മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ലോക ചരിത്രത്തിലെ ഏറ്റവും മഹാനായ നാടകകൃത്താരാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത് ഒരു പേരായിരിക്കും: വില്യം ഷേക്സ്പിയർ. മനുഷ്യനെയും അവൻ്റെ മാനസിക വ്യാപാരങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച സാഹിത്യകാരനാണ് അദ്ദേഹം. ഷേക്സ്പിയർ എന്തെല്ലാം എഴുതിയോ അതെല്ലാം എക്കാലത്തെയും ക്ലാസിക് രചനകളാണ്. അദ്ദേഹം രചിച്ച ജൂലിയസ് സീസർ എന്ന നാടകത്തിൻ്റെ കഥയാണ് ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. തൻ്റെ മുറിയിലൂടെ അസ്വസ്ഥമായ മനസ്സുമായി ജൂലിയസ് സീസർ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയാണ്. ധീരനാണെങ്കിലും ആ മനസ്സിനെ കുത്തി നോവിക്കുന്നതെന്തോ സംഭവിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം വെളിപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു. ഒരു ഗ്രീക്ക് ദേവന് സമാനമായ ആ പുരുഷ സൗന്ദര്യ പ്രതീകം ഇത്ര അസ്വസ്ഥമായി കാണപ്പെടുന്നത് ഇതാദ്യമായാണ്. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളിൽ നിന്നും അവ്യക്തമാണെങ്കിലും ഈ വാക്കുകൾ അടർന്നു വീഴുന്നത് കേൾക്കാം. ഒരു സ്ഥലവും നമുക്ക് ശാന്തത നൽകുന്നില്ല. ആകാശവും ഭൂമിയും ഒരുപോലെ നമുക്ക് എതിരായിരിക്കുന്നുവോ? അകാരണമായൊരു തരം കോപം സീസറിൽ നിറഞ്ഞു. ഈ സമയത്താണ് സീസറിൻ്റെ പ്രിയ പത്നിയായ കൽപൂർണിയ അവിടേക്ക് കടന്നു വന്നത്. അവളുടെ സൗരഭ്യത്താൽ ആ മനോഹരമായി അലങ്കരിച്ച കൊട്ടാരമുറി നിറഞ്ഞു. പട്ടുപോലെ മൃദുലമായ കൈകൾ തൻ്റെ പ്രിയതമനെ ആലിംഗനം ചെയ്തു. ഗ്രീക്ക് ദേവതയായ വീനസിൻ്റെ വശ്യത കളിയാടുന്ന ആ കണ്ണുകളിൽ കണ്ണുനീരിൻ്റെ നേരിയ നനവ് സീസർ ദർശിച്ചു. അവളുടെ കൈ ഗ്രഹിച്ച സീസർ ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. സാവധാനം തൻ്റെ കോപം തണുത്തു വരുന്നെന്ന് അദ്ദേഹത്തിന് തോന്നി. സകല മാധുര്യവും നിറഞ്ഞു നിൽക്കുന്ന സ്ത്രൈണ ശബ്ദത്തിൻ്റെ ഉടമയായ കൽപൂർണിയ ദുഃഖത്തോടെ സീസറിനോട് ചോദിച്ചു: സീസർ, അവിടുന്ന് തയ്യാറാവുകയാണോ? അങ്ങയുടെ തീരുമാനം ഒന്ന് മാറ്റിക്കൂടെ? അങ്ങ് ദയവായി ഈ കൊട്ടാരം വിട്ട് ഇന്നൊരു ദിവസത്തേക്ക് പുറത്തിറങ്ങിക്കൂടാ. അപ്പോൾ അതാണ് കാര്യം. ജൂലിയസ് സീസറിന് തൻ്റെ ഭാര്യയുടെ കണ്ണുനീരിൻ്റെ രഹസ്യം പിടികിട്ടിയത് അപ്പോഴാണ്. അജയ്യനായ സീസറിനെ തോൽപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അത് തൻ്റെ പ്രാണപ്രേയസിയുടെ മുഖമാണ്. ആ കൺകോണുകളിൽ ഒരൽപ്പം നനവ് കണ്ടാൽ സീസർ ആകെ വിഷമത്തിലാകും. എങ്കിലും കൽപൂർണിയ പറഞ്ഞത് മനസ്സിലാവാത്ത മട്ടിൽ സീസർ ചോദിച്ചു: കൽപൂർണിയ, നീ എന്താണീ പറയുന്നത്? സീസറിന് ഭയമോ? ഏത് ശക്തിക്കാണ് സീസറിനെ ഭയപ്പെടുത്തുവാൻ കഴിയുക? തൻ്റെ പ്രാണനാഥൻ പറഞ്ഞത് 100% ശരിയാണെന്ന് കൽപൂർണിയയ്ക്ക് അറിയാം. എത്രയോ നാളുകളായി തൻ്റെ ഭർത്താവിനെ കാണുന്നവളാണ് അവൾ. അല്ലെങ്കിൽ തന്നെ ഒരു പുരുഷനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നവൾ അയാളുടെ ഭാര്യ തന്നെയായിരിക്കും. ആ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും മറ്റാരേക്കാൾ നന്നായി അവൾക്കറിയാം. താൻ വിലക്കിയാലും ജൂലിയസ് സീസർ എന്ന ധീരയോദ്ധാവ് മുമ്പോട്ട് പോകുമെന്ന് തന്നെ അവൾക്കറിയാം. ഭവതി, ഒരു ശക്തിക്കും എന്നെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. ജൂലിയസ് സീസർ എന്നീ രൂപം ഭയത്തിന് അതീതനാണ്. സീസറിൽ നിന്നുയർന്ന ആ പുരുഷ ശബ്ദം കല്ലിനെപ്പോലും പിളർക്കാൻ ശേഷിയുള്ളതായിരുന്നു. അതിൻ്റെ ഗാംഭീര്യത്തിന് മുമ്പിൽ സൗന്ദര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകങ്ങളായ ഗ്രീക്ക് ദേവന്മാർ പോലും തോറ്റുപോകുമായിരുന്നു. ഒരു ശക്തിക്കും എൻ്റെ മുന്നിൽ നിന്ന് നമ്മോട് ഏറ്റുമുട്ടാൻ ധൈര്യപ്പെടില്ല. സീസറിൻ്റെ മുഖം കാണുമ്പോഴേക്കും എതിരാളികൾ ഓടിയൊളിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ജൂലിയസ് സീസർ കൽപൂർണിയെ ഇറുകെ പുണർന്നു. കാരിരുമ്പ് പോലുള്ള അയാളുടെ മാംസപേശികളിൽ മുഖം അമർത്തിക്കൊണ്ട് കൽപൂർണിയ പറഞ്ഞു: പ്രിയതമ, ഞാൻ ആചാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവളല്ല. ജ്യോതിഷവും മറ്റും ജീവിതത്തെ മാറ്റിമറിക്കാൻ അങ്ങയുടെ സഹധർമ്മിണി അനുവദിക്കാറുമില്ല. സീസറിന് അതറിയാം. ധീരന്മാരിൽ ധീരനായ ജൂലിയസ് സീസറിൻ്റെ ജീവിത പങ്കാളിക്ക് ആ ഗുണങ്ങൾ ലഭിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എങ്കിലും ആശങ്കയോടെ അവൾ തുടർന്നു: ഈ ദുർലക്ഷണങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു. നാം കാണുന്ന ബാഹ്യമായ കാര്യങ്ങൾക്കുള്ളിൽ മറഞ്ഞുകിടക്കുന്ന മുന്നറിയിപ്പുകളുണ്ട്. ആ മുന്നറിയിപ്പുകളെ നമ്മൾ ഒരിക്കലും അവഗണിച്ചുകൂടാ. സീസർ കൽപൂർണിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ കണ്ണുകളിൽ നിറയുന്ന ഭീതി അയാൾക്ക് കാണാം. ഭാര്യയുടെ ചുമലിൽ മൃദുവായി തട്ടിക്കൊണ്ട്
അയാൾ അവൾക്കൊപ്പം പട്ടുമെത്തയിലേക്കിരുന്നു. എന്നിട്ട് സമാശ്വാസ സ്വരത്തിൽ അവളോട് ചോദിച്ചു, ഭവതി, എന്താണ് ആ ദുർലക്ഷണങ്ങൾ? നമ്മോട് തുറന്നു പറഞ്ഞാലും. കൽപൂർണിയുടെ കണ്ണുകളിൽ ആശ്വാസത്തിൻ്റെ മിന്നലാട്ടം ദൃശ്യമായി. അതുവരെയും അടക്കി വച്ചിരുന്ന ആ വാക്കുകൾ ഒരു കുത്തൊഴുക്ക് പോലെ അവളിൽ നിന്നൊഴുകി. ഭർത്താവിന് മുമ്പിൽ ഒന്നും ഒളിക്കാതെ കൽപൂർണിയെ പറഞ്ഞ വാക്കുകൾ സീസറിനെ കാര്യമായി സ്പർശിച്ചതായി തോന്നിയില്ല. അതറിയാതെ കൽപൂർണിയെ പറഞ്ഞുകൊണ്ടേയിരുന്നു. സീസറിന് മുമ്പിൽ കൽപൂർണിയെ തൻ്റെ മനസ്സ് തുറന്നു. പാറാവുകാരൻ തന്നെ അറിയിച്ച കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം കളയാതെ തന്നെ സീസറിൻ്റെ പക്കൽ വെളിപ്പെടുത്തി കൽപൂർണിയ. പാറാവുകാരൻ രാത്രിയിൽ ദർശിച്ച സംഭവങ്ങൾ ഏത് ശിലാഹൃദയത്തെയും പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. സീസറിന് മുമ്പിൽ അത് അവതരിപ്പിക്കാൻ ശേഷിയില്ലാത്തതിനാലാണ് അയാൾ കൽപൂർണിയെ സമീപിച്ചത് തന്നെ. ആദ്യമായി പാറാവുകാരൻ കണ്ടത് ഒരു സിംഹിയെയാണ്. അത് തെരുവിലൂടെ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു വരുന്നു. താൻ കാണുന്നത് സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ എന്ന് പാറാവുകാരന് ബോധ്യമായില്ല. അയാൾ വീണ്ടും വീണ്ടും കണ്ണുകൾ തിരുമ്മി നോക്കി. പൂർണ്ണ ഗർഭിണിയായ സിംഹി തെരുവിൽ ഒരു സിംഹക്കുട്ടിക്ക് ജന്മം നൽകി. ഹ, എന്താണ് ആ കാഴ്ചയുടെ അർത്ഥം? ഒരൽപ്പം പരിഹാസ ചുവയോടെ സീസർ ചോദിച്ചു. പ്രിയതമനിൽ നിറയുന്ന പരിഹാസത്തെ അവഗണിച്ചുകൊണ്ട് കൽപൂർണിയെ തുടർന്നു. പ്രഭു, സിംഹം നാശത്തിൻ്റെ പ്രതീകമാണ്. പാറാവുകാരൻ കണ്ടത് ചെമ്മരിയാട്ടിൻകുട്ടിയെയല്ല, പ്രസവിച്ചു വീണ സിംഹക്കുട്ടിയെയാണ്. റോമാ സാമ്രാജ്യത്തിന് നാശം സംഭവിക്കാൻ പോകുന്നു. ഹോ, ഇത്രയേ ഉള്ളോ? ലാഘവത്തോടെ സീസർ ചോദിച്ചു. അല്ല, അങ്ങ് ഇതും കൂടി കേൾക്കണം, ഒറ്റ ശ്വാസത്തിൽ കൽപൂർണിയെ പറഞ്ഞു. പിന്നീട് ശവക്കല്ലറുകൾ തുറക്കപ്പെട്ടു. അവയിൽ നിന്നും മരണപ്പെട്ടവർ എഴുന്നേറ്റ് വന്നു. ഇത് പറയുമ്പോൾ കൽപൂർണിയുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പൈശാചിക ശക്തിയെ മുമ്പിൽ കണ്ടാലെന്ന വണ്ണം ആ മുഖം വിളറി വെളുത്തു. കണ്ണുകൾ തുറിച്ചു. വെളുത്തു കൊലുന്നിനെയുള്ള കൈവരലുകൾ വിറയ്ക്കാൻ തുടങ്ങി. തുടർന്ന് കൽപൂർണി വിവരിച്ചത് ഒരു പറ്റം ഭീകരയോദ്ധാക്കളെക്കുറിച്ചാണ്. മേഘപ്പാളികൾക്ക് മുകളിൽ നിന്നുകൊണ്ട് അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നതാണ് പാറാവുകാരൻ കണ്ടത്. ആനപ്പട, കുതിരപ്പട, കാലാൾ എന്നിവയെല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ക്യാപിറ്റോളിലേക്ക്, അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രധാന നഗരത്തിലേക്ക് രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു അത്രേ. ഇത്രയും പറഞ്ഞിട്ട് ഭീതിയോടെ അവൾ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. മറ്റെന്തോ ചിന്തിച്ചിട്ടെന്ന് വേണം ഒരു ശില പോലെ സീസർ പട്ടുമെത്തയിലിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ യുദ്ധം കണ്ട് ഭയപ്പെടുന്നവനല്ലല്ലോ ജൂലിയസ് സീസർ എന്ന അതികായൻ. യുദ്ധത്തിൻ്റെ ശബ്ദം കേട്ടാലെന്ന വണ്ണം കൽപൂർണിയ തൻ്റെ ചെവികൾ ഇറുക്കെ പൊത്തി. കുതിരകൾ ശബ്ദമുണ്ടാക്കുന്നത് അവൾക്ക് കേൾക്കാം. മുറിവേറ്റ മനുഷ്യജീവികളുടെ രോദനങ്ങൾ അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ശരിയായ രീതിയിൽ തൻ്റെ പ്രിയതമൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. തൻ്റെ നിസ്സഹായാവസ്ഥ അവളെ കൂടുതൽ ഭയപ്പെടുത്തി. യക്ഷികളുടെ സീൽക്കാര ശബ്ദങ്ങൾ കൊണ്ട് തെരുവീതികൾ നിറയുകയാണ്. ഭ്രാന്ത് പിടിച്ച രീതിയിൽ അവ തെരുവിലൂടെ നീങ്ങുന്നു. പക്ഷേ അവയൊന്നും സീസറിൻ്റെ മുമ്പിൽ ഫലപ്രദമായി അവതരിപ്പിക്കാനാകാത്തതിൽ കൽപൂർണിയയ്ക്ക് വളരെ ദുഃഖം തോന്നി. പ്രിയതമ, ഇവയൊന്നും നാം സാധാരണ കാണാറുള്ളവയല്ല. തികച്ചും അസാധാരണമായി കാഴ്ചകളെ നമ്മൾ ഭയപ്പെട്ടേ മതിയാകൂ. കൽപൂർണിയെ മാറോട് ചേർത്തുകൊണ്ട് സീസർ അവളെ ഇപ്രകാരം ആശ്വസിപ്പിച്ചു. പ്രിയേ, സർവശക്തരായ ദേവഗണങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന നമ്മുടെ ഭാവി മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല. അതിനാൽ നാം നമ്മുടെ വിധിയെ സ്വാഗതം ചെയ്യണം. കൽപൂർണിയയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. താൻ ഇത്രയും പറഞ്ഞത് സീസറിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം സെനറ്റ് ഹൗസിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. കണ്ണീരുമായി നിൽക്കുന്ന കൽപൂർണിയയ്ക്ക് മുമ്പിൽ സീസർ തൻ്റെ വാദഗതികൾ നിരത്തി. നാം സെനറ്റ് ഹൗസിലേക്ക് ചെല്ലുന്നതും ഈ കാഴ്ചകളുമായി എന്താണ് ബന്ധം? അല്ലെങ്കിൽ തന്നെ ഈ കാഴ്ചകൾ റോമാ സാമ്രാജ്യത്തിന് പൊതുവായി സംഭവിക്കുന്നതാണല്ലോ. സീസർ എന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സീസർ പ്രതിവചിച്ചത് കൽപൂർണിയെ ചിന്തിപ്പിച്ചു. ശരിയാണ്, ഇവയിലൊന്നും തന്നെ തൻ്റെ പ്രിയതമനുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു ഘടകവുമില്ല. എങ്കിലും അവസാന ശ്രമമെന്ന നിലയിൽ അവൾ പറഞ്ഞു, ജൂലിയസ് സീസറും ഒരു സാധാരണ റോമൻ പൗരനും തുല്യരല്ല. യാചകർ മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും വാൽ നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടാറുമില്ല. എന്നാൽ രാജരക്തം ആകാശവിധാനത്തിൽ
മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. സ്വർഗം ജ്വലിക്കുന്നു. കൽപൂർണിയുടെ വാദഗതികളൊന്നും തന്നെ സീസറുടെ മനസ്സ് മാറ്റാൻ കെൽപ്പുള്ളവയായിരുന്നില്ല. ധീരതയുടെ പ്രതീകമായിരുന്ന സീസറുടെ മനസ്സിൽ ഭയത്തിൻ്റെ വിത്തുകൾ വിതറാനാണ് കൽപൂർണിയെ ശ്രമിച്ചത്. അതിലവൾ അമ്പെ പരാജയപ്പെടുകയും ചെയ്തു. സീസർ തുടർന്നു പറഞ്ഞു, ഭീരുക്കൾ തങ്ങളുടെ മരണത്തിനു മുമ്പ് പലതവണ മരിക്കും. ധീരന്മാർ ഒരു തവണയെ മരിക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് വാസ്തവമായിരുന്നു. ഭീരുക്കൾക്ക് ഭയമുണർത്തുന്ന കാര്യങ്ങൾ മരണത്തിന് സമാനമാണല്ലോ. ഭീരുക്കളുടെ ഈ ദയനീയാവസ്ഥ ധീരനായ സീസർക്ക് ഉൾക്കൊള്ളുവാനാകുന്നില്ല. മരണം സുനിശ്ചിതമാണെങ്കിലും മനുഷ്യർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് മരണത്തെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് അത്ഭുതമാണ്. മരണം അനിവാര്യമാണ്. എത്രയൊക്കെ തടഞ്ഞാലും മരണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ. സീസറിൻ്റെ വാദഗതികൾ കൽപൂർണിയയ്ക്ക് അറിയായികയല്ല. മറ്റാരേക്കാളും കൂടുതൽ അത് മനസ്സിലാക്കാൻ കെൽപ്പുള്ളവൾ കൽപൂർണിയ തന്നെയാണ്. എങ്കിലും തൻ്റെ ഭർത്താവിൽ കാണപ്പെടുന്ന അതിരുകവിഞ്ഞ ആത്മവിശ്വാസം അവളെ ഭയപ്പെടുത്തുന്നു. ദുഃഖത്തോടുകൂടി അവൾ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ ജ്ഞാനം അമിതമായ ആത്മവിശ്വാസത്തിൽ മറഞ്ഞുപോയിരിക്കുന്നു. ദയവായി അങ്ങ് ഈ കൊട്ടാരം വിട്ട് യാത്രയാകരുതേ. ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം. അതൊരു നിസ്സഹായായ പെൺകിടാവിൻ്റെ രോദനമായിരുന്നു. അവൾക്കിനിയും ഒരുപാട് പറയാനുണ്ട്. അങ്ങ് ദയവായി ഇന്ന് പുറത്തേക്ക് ഇറങ്ങരുതേ. അവൾ താൻ കണ്ട ഭീകര സ്വപ്നം വിവരിക്കാൻ തുടങ്ങി. രാത്രിയുടെ 2-ാം യാമത്തിലാണ് കൽപൂർണിയുടെ മനസ്സമാധാനം തകർത്തുകൊണ്ട് ആ സ്വപ്നം കടന്നു വന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിലൊന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന സീസറിൻ്റെ പ്രതിമയിൽ നിന്നും രക്തം ചീറ്റുന്നു. ആർത്തി പൂണ്ട റോമൻ പൗരന്മാർ ആർത്തട്ടഹസിച്ചുകൊണ്ട് പാഞ്ഞു വരുന്നു. ആ രക്തപ്പുഴയിൽ അവർ തങ്ങളുടെ കൈകൾ മുക്കുന്നു. തീർച്ചയായും തൻ്റെ പ്രാണനാഥന് പിണയുവാൻ പോകുന്ന ആപത്തിൻ്റെ മുന്നോടിയായാണ് കൽപൂർണിയ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നത്. അതിനാലാണ് തൻ്റെ എല്ലാമെല്ലാമായ സീസറിനോട് അന്നേ ദിവസം പുറത്തേക്ക് പോകരുതെന്ന് അവൾ യാചിക്കുന്നത്. എനിക്ക് വേണ്ടി അങ്ങ് ഇവിടെ കഴിയൂ. എൻ്റെ ഭയത്തിനൊന്ന് ആശ്വാസമാകട്ടെ. എന്നെ പ്രതിയുള്ള സ്നേഹം ഇന്ന് അങ്ങ് ഈ കൊട്ടാരത്തിൽ നിലനിർത്തട്ടെ. എത്ര ധീരനാണെങ്കിലും ജൂലിയസ് സീസറിന് ഭേദിക്കാനാവാത്ത ഒന്നുണ്ട്: തൻ്റെ പ്രിയതമയുടെ സ്നേഹം. ആ വശീകരണ ശക്തിയിൽ അന്നേ ദിവസം കൊട്ടാരം വിട്ട് പോകുന്നതല്ല എന്ന് സീസർ തീരുമാനിച്ചു. ഭവതി, നിന്നെ കരുതി നാം ഇതാ ഇന്ന് ഇവിടെ കഴിയുന്നു. കൽപൂർണിയയ്ക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പ്രിയതമനിത അവസാനം തൻ്റെ സ്നേഹത്തിനു മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. വാടിയൊരു പൂവിതൽ പോലെ അവൾ അദ്ദേഹത്തേക്ക് ചാഞ്ഞു. ആരെവിടെ? സീസറിൻ്റെ ശബ്ദം കേട്ട് കൽപൂർണിയ നിദ്രയിൽ നിന്നുണർന്നു. തന്നെ വരിഞ്ഞു മുറുക്കിയിരുന്ന പ്രിയതമൻ്റെ കൈകൾ സാവധാനം മാറ്റിയിട്ട് അവൾ വാതിൽ തുറന്നു. സെനറ്റ് ഹൗസിൽ നിന്നും ദൂതനായ ഡെഷ്യസ് ബ്രൂട്ടസ് വന്നിരിക്കുന്നു. വാതിലിൽ പ്രത്യക്ഷപ്പെട്ട പരിചാരിക വളരെ ഭവ്യതയോടെ പറഞ്ഞു, കടന്നു വരാൻ പറയൂ. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉപചാരപൂർവ്വം ബ്രൂട്ടസ് മുറിയിലേക്ക് പ്രവേശിച്ചു. സീസർ, സർവശക്തനായി അങ്ങ് നീണാൽ വാഴട്ടെ. അവിടുത്തെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിക്കട്ടെ. ആ പ്രശസ്തിയിൽ റോമിൻ്റെ ചരിത്രം മാറ്റി എഴുതപ്പെടട്ടെ. ബ്രൂട്ടസിൻ്റെ മുഖസ്തുതി സീസറിന് അത്ര രുചിച്ചില്ല. എന്താണ് കാര്യമെന്ന് സീസർ തിരക്കി. അങ്ങയെ സെനറ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഈയുള്ളവൻ എത്തിയിരിക്കുന്നത്, ഭവ്യതയോടെ ബ്രൂട്ടസ് പറഞ്ഞു. കൊള്ളാം ബ്രൂട്ടസ്, നിങ്ങൾ വന്നിരിക്കുന്നത് ശരിയായ സമയത്ത് തന്നെയാണ്. സെനറ്റിലെ ബഹുമാനരായ അംഗങ്ങൾക്ക് എൻ്റെ ആശംസകൾ നൽകുക. കൂടാതെ നാം ഇന്ന് ആഗതനാകുന്നില്ലെന്ന വിവരം അവരെ അറിയിക്കുകയും ചെയ്യുക. ബ്രൂട്ടസ് അവിശ്വസനീയമായതെന്തോ കേട്ടതെന്ന മട്ടിൽ സീസറിനെ നോക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് ബ്രൂട്ടസിന് മനസ്സിലായില്ല. സെനറ്റ് ഹൗസിലേക്ക് സീസറിനെ എത്തിക്കുക എന്താണ് ദൂതനായ ബ്രൂട്ടസിൻ്റെ ദൗത്യം. അവിടെ അദ്ദേഹത്തെ എത്തിച്ചാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ സെനറ്റ് അംഗങ്ങൾ നോക്കിക്കൊള്ളും. സീസറിനെ സെനറ്റ് ഹൗസിൽ വെച്ച് വധിക്കാനുള്ളൊരു പദ്ധതി അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ പാളിച്ച് സംഭവിച്ചാൽ? ഡെഷ്യസ് ബ്രൂട്ടസ് തൻ്റെയും മറ്റ് ഗൂഢാലോചനക്കാരുടെയും മദ്യം അടുത്തിരിക്കുന്നുവെന്ന് തോന്നി. തങ്ങളുടെ പദ്ധതി നടപ്പാക്കാനായില്ലെങ്കിൽ രഹസ്യം ചോരും. രാജ്യദ്രോഹ കുറ്റത്തിന് അവരുടെ ശിരസ്സുകൾ മണ്ണിൽ കിടന്നുരുളും. ഡെഷ്യസ് ബ്രൂട്ടസ് അറിയാതെ തന്നെ തൻ്റെ തലയിൽ കൈവച്ചു പോയി. എങ്കിലും സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു, മഹാനായ സീസർ,
അവിടുന്ന് വ്യക്തമായ കാരണമില്ലാതെ ഒരു കാര്യം പോലും ചെയ്യാറില്ലല്ലോ. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ദയവായി പറഞ്ഞാലും ഞാൻ ഈ വിവരം സെനറ്റ് അംഗങ്ങളെ അറിയിക്കുമ്പോൾ അവർക്കും സംതൃപ്തിയാകും. കൽപൂർണിയാണ് ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. സീസറിന് സുഖമില്ല എന്നറിയിക്കൂ. ഈ വാക്കുകൾ കേട്ടതും അക്ഷമയോടെ സീസർ തൻ്റെ സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. ആ കണ്ണുകളിൽ തീപ്പൊരി പാറി, ചുണ്ടുകൾ വിറച്ചു. അട്ടഹസിക്കുന്ന മാതിരി സീസർ പറഞ്ഞു, എന്ത്? സീസർ ദൂതൻ വഴി അസത്യം പ്രചരിപ്പിക്കുകയോ? അസാധ്യം. വിദൂര ദേശങ്ങളിൽ പോലും എൻ്റെ കൈകൾ കടന്നു ചെന്നിട്ടുണ്ട്. എൻ്റെ ശക്തിയിൽ പ്രബലന്മാരായ ഭരണാധികാരികൾ കിടിലം കൊണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാൻ സെനറ്റ് ഹൗസിലെ വൃദ്ധന്മാരെ ഭയപ്പെടുകയോ? ഭയപ്പെടുന്നവനാണല്ലോ അസത്യം പറയുന്നത്. തനിക്ക് സുഖമില്ല എന്ന് സെനറ്റ് ഹൗസിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്തെന്ന് സീസറിന് നല്ലവണ്ണം അറിയാം. താൻ സെനറ്റ് അംഗങ്ങളെ ഭയപ്പെടുന്നു. അപ്രകാരമൊരു കാര്യം സീസറിന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അതിനാൽ അദ്ദേഹം കൽപൂർണിയെ കണ്ട സ്വപ്നം വിവരിച്ചു. ബ്രൂട്ടസ് ഞെട്ടിത്തരിച്ചു നിന്നുപോയി. സീസർ സെനറ്റ് ഹൗസിലേക്ക് വരില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അപകടം പിണയുമെന്ന് ഭാര്യയുടെ സ്വപ്നത്തിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. സീസറിൻ്റെ സംരക്ഷണത്തിനായി റോമൻ ദേവതമാർ നിലകൊള്ളുന്നുവെന്ന് ബ്രൂട്ടസിന് തോന്നിപ്പോയി. എങ്കിലും ഒരവസാനവട്ട ശ്രമം എന്ന നിലയിൽ ഒരടവ് പ്രയോഗിക്കാൻ തന്നെ ബ്രൂട്ടസ് തീരുമാനിച്ചു. സ്വന്തം ജീവന്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ കാര്യമാണ്. ഇവിടെ വിട്ടുകൊടുത്തുകൂടാ, താൻ പരാജയപ്പെട്ടുകൂടാ. ശബ്ദം താഴ്ത്തി ബ്രൂട്ടസ് സീസറിനോട് പറഞ്ഞു, പ്രഭു, കൽപൂർണിയ രാജ്ഞിയുടെ സ്വപ്നം തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം മഹത്തരമായ സ്വപ്നത്തെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. സ്വപ്നത്തെ ശരിയായി വെളിവാക്കുവാൻ അവിടുന്ന് എന്നെ അനുവദിക്കണം. സീസർ ആകാംക്ഷാഭരിതനായി. ബ്രൂട്ടസ് പറഞ്ഞത് ശരിയാണെന്ന് സീസറിനും തോന്നിത്തുടങ്ങി. തൻ്റെ ഭാര്യയാണെങ്കിലും കൽപൂർണി ഒരു സ്ത്രീയാണ്. സ്ത്രീ സഹജമായ ഭീതിയും ചപലതയും അവളിലുമുണ്ട്. പുരുഷ മേധാവിത്വം നിലകൊള്ളുന്ന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ ഒരംശം സീസറിലുണ്ടായിരുന്നു. അതിനാൽ അപ്പോൾ തന്നെ അദ്ദേഹം ബ്രൂട്ടസിനോട് പറഞ്ഞു, ബ്രൂട്ടസ്, നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാതിരിക്കുന്നില്ല. ആട്ടെ, എന്താണ് നിങ്ങൾ എൻ്റെ ഭാര്യയുടെ സ്വപ്നത്തിന് നൽകുന്ന വ്യാഖ്യാനം? ബ്രൂട്ടസിന് അത്രയും മതിയായിരുന്നു. മുങ്ങിത്താഴുമ്പോൾ ഒരു പിടിവള്ളി കിട്ടിയവൻ്റെ ആശ്വാസം ആ മുഖത്ത് തെളിഞ്ഞു. അയാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ഭാവം നിറഞ്ഞു. അയാൾ പറഞ്ഞു തുടങ്ങി, പ്രഭു, ഏറ്റവും ഉദാത്തവും മഹനീയവുമായ സ്വപ്നമാണ് അങ്ങയുടെ ഭാര്യ കണ്ടത്. അങ്ങയുടെ പ്രതിഭയിൽ നിന്ന് രക്തം ചീറ്റുമ്പോൾ റോമൻ പൗരന്മാർ അതിൽ തങ്ങളുടെ കരങ്ങൾ മുക്കുന്നു. എത്ര അർത്ഥവത്തായ സ്വപ്നം! സീസർ അക്ഷമനായി. നമ്മുടെ രക്തത്തിൽ കരങ്ങൾ മുക്കുന്നവർ നമ്മുടെ ശത്രുക്കളല്ലേ? ഈ ചോദ്യത്തിനോട് ബ്രൂട്ടസ് പ്രതികരിച്ചത് അല്പം ശബ്ദം കൂട്ടിയാണ്. സീസറിൻ്റെ അനുയായികളും ആരാധകരുമാണ് അവരെന്ന് ബ്രൂട്ടസ് വിളിച്ചു പറഞ്ഞു. സീസറിൻ്റെ രക്തം റോമാ സാമ്രാജ്യത്തിൻ്റെ ഊർജം വീണ്ടെടുക്കുന്നു. ആ രക്തമില്ലെങ്കിൽ റോമാ സാമ്രാജ്യമില്ല. സീസർ ഇല്ലെങ്കിൽ ലോകം തന്നെ മൃതമാണ്. ഈ മഹാധമനികളിൽ നിന്നൊഴുകുന്ന രക്തമാണ് ഈ കാണുന്ന പൗരന്മാരെയെല്ലാം സംരക്ഷിക്കുന്നതെന്നുകൂടി ബ്രൂട്ടസ് പറഞ്ഞു വെച്ചു. സീസറിൻ്റെ രക്തത്തിൽ അവർ തങ്ങളുടെ കൈലേസുകൾ മുക്കിയെടുക്കുന്നതിനെക്കുറിച്ചും ബ്രൂട്ടസ് വാചാലനായി. ഈ തൂവാലകൾ മഹാന്മാർ തങ്ങളുടെ അധികാര ചിഹ്നങ്ങളും വിശുദ്ധ വസ്തുക്കളുമായി സൂക്ഷിക്കും. മഹാനായ സീസറിൻ്റെ അനുയായികളെന്ന് പറയുന്നതിൽ അവർ അഭിമാനം കൊള്ളും. ജൂലിയസ് സീസറിന് അത്രയും മതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അഹങ്കാരം സടകുടഞ്ഞെഴുന്നേറ്റു. ശരിയായ രീതിയിൽ സ്വപ്നം വ്യാഖ്യാനിച്ചതിനാൽ ബ്രൂട്ടസിനെ അഭിനന്ദിക്കാൻ മറക്കാതെ അദ്ദേഹം കൽപൂർണിയുടെ നേരെ തിരിഞ്ഞു. രാജ്യങ്ങൾ കീഴടക്കി വിജയശ്രീലാളിതനായി വരുമ്പോൾ മാത്രം സീസറിൽ നിറഞ്ഞു നിന്ന ഭാവം ഇപ്പോൾ പ്രകടമാണ്. ഒരു ഭരണാധികാരിയുടെ അഹങ്കാരം മുഴുവൻ വാക്കുകളിൽ കലർത്തി സീസർ പറഞ്ഞു, കൽപൂർണിയ, ഇനിയെങ്കിലും ഭവതി ഒരു കാര്യം മനസ്സിലാക്കൂ. എത്ര തെറ്റായിട്ടാണ് നീ ഈ സ്വപ്നം വ്യാഖ്യാനിച്ചത്. ബ്രൂട്ടസ് വന്നില്ലായിരുന്നുവെങ്കിൽ നാം ആ വ്യാഖ്യാനം ശരിയെന്ന് കരുതുമായിരുന്നു. പാവം കൽപൂർണിയ, സീസറിനെ അവൾക്ക് ശരിക്കും അറിയാം. ഇനി ഒരു ശക്തിക്കും സീസറിനെ തടയുവാൻ കഴിയില്ല എന്നും അവൾക്കറിയാം. ബ്രൂട്ടസ് അവിടേക്ക് കടന്നു വന്ന നിമിഷത്തെ അവൾ മനസ്സുകൊണ്ട് ശപിച്ചു. അയാൾ വന്നില്ലായിരുന്നുവെങ്കിൽ തൻ്റെ പ്രിയതമൻ തന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഈ സമയം ഡെഷ്യസ് ബ്രൂട്ടസ്
കൂടുതൽ ആവേശഭരിതനായി. കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ നീങ്ങുന്നതിൽ അയാൾക്ക് എന്തെന്നില്ലാത്ത സംതൃപ്തി തോന്നി. സമയമെനക്കെടുത്താതെ ബ്രൂട്ടസ് തുടർന്നു. ഇന്ന് അങ്ങേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അവിടുത്തെ മഹത്വത്തിനുള്ള സമ്മാനമായ മംഗളകരമായ കിരീടധാരണ ചടങ്ങ് ഇന്ന് സെനറ്റ് ഹൗസിൽ വെച്ച് നടത്തപ്പെടുന്നു. അങ്ങ് സെനറ്റ് ഹൗസിലേക്ക് വരുന്നില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിൽ അവർ തീരുമാനം ഒരുപക്ഷെ മാറ്റുമായിരുന്നു. ഇത്രയും കൂടി കേട്ടപ്പോൾ സീസർ യുക്തിചിന്തയും യാഥാർത്ഥ്യബോധവും നഷ്ടപ്പെട്ടവനെ പോലെയായി. അഹന്തയും വിവേകരാഹിത്യവും സീസറിനെ ഒരു ബുദ്ധിശൂന്യനാക്കി. അയാൾ കൽപൂർണിയെ നോക്കി അല്പം ഈർഷ്യയോടെ തന്നെ പറഞ്ഞു, കൽപൂർണിയ, നാം ഇപ്പോൾ ശരിക്കും ലജ്ജിക്കുന്നു. നിന്റെ ജൽപ്പനങ്ങൾക്കും അബദ്ധധാരണകൾക്കും നാം കുറേ സമയത്തേക്കെങ്കിലും വഴങ്ങിപ്പോയല്ലോ. ബ്രൂട്ടസ് വന്നില്ലായിരുന്നെങ്കിൽ? ഏതായാലും കൽപൂർണിയുടെ ഭയചകിതമായ മുഖഭാവം കണ്ട് സീസർ കൂടുതലൊന്നും പറഞ്ഞില്ല. തൻ്റെ മേലങ്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതിലൂടെ സീസർ സെനറ്റ് ഹൗസിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നുവെന്ന് കൽപൂർണിയയ്ക്ക് മനസ്സിലായി. സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ സാവധാനം അവിടെ നിന്ന് നടന്നു നീങ്ങി. ജൂലിയസ് സീസർ ദൂതനായ ഡഷ്യസ് ബ്രൂട്ടസിനോടൊപ്പം സെനറ്റ് ഹൗസിലെത്തിയപ്പോൾ അവിടെ തൻ്റെ വിശ്വസ്ത സേനാനിയായ മാർക്കസ് ബ്രൂട്ടസും പബ്ലിയൂസ്, ലിഗാരിയസ്, മെറ്റ്ലസ്, കാസ്ക, ഭിന്ന, കാഷ്യസ്, ട്രബോണിയസ്, ആന്റണി, ലെപ്പിഡസ്, പോപ്പിലസ് എന്നിങ്ങനെ ധാരാളം സെനറ്റംഗങ്ങളും അദ്ദേഹത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. സീസർ എത്തിയതും ട്രബോണിയസ് സാവധാനം മാർക്ക് ആന്റണിയെ സദസ്സിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. സീസറിൻ്റെ വിശ്വസ്തനായ മാർക്ക് ആന്റണി വേദിയിൽ നിന്നാൽ തങ്ങളുടെ ഗൂഢാലോചന പാളിപ്പോയേക്കാമെന്ന് അവർ ഭയപ്പെട്ടിട്ടുണ്ടാകാം. ഈ സമയം മെറ്റ്ലസ് സിംബർ എന്ന പ്രഭു സീസറിൻ്റെ മുമ്പിലേക്ക് വന്നു. ആചാര ബഹുമാനങ്ങളോടെ അദ്ദേഹത്തെ വണങ്ങിയതിനു ശേഷം മെറ്റ്ലസ് ഇപ്രകാരം പറഞ്ഞു, ആരാധനായ സീസർ, ശക്തിമാനും അചഞ്ചലനുമായ റോമൻ ഭരണാധികാരി, അവിടുത്തെ മുമ്പിൽ വിനീതനായ മെറ്റ്ലസ് ഇതാ നമിക്കുന്നു. തുടർന്ന് കൂപ്പുകൈകളോടെ മെറ്റ്ലസ് സീസറിന് മുമ്പിൽ മുട്ടുകുത്തി. ഈ വിചിത്രമായ പെരുമാറ്റം കണ്ട സീസറിന് ഉള്ളിൽ തോന്നിയത് കോപമാണ്. പാടില്ല സിംബർ, ഒരു പ്രഭുവും തൻ്റെ ഭരണാധികാരിയുടെ മുമ്പിൽ ഇത്രയും താഴുവാൻ പാടില്ല. നിങ്ങൾ എഴുന്നേൽക്കൂ. മെറ്റ്ലസ് സിംബറിൻ്റെ ഈ അസാധാരണ ചെയ്തിയിൽ രോഷം പൂണ്ട് സീസർ പറഞ്ഞു. ഇത്തരം ആചാര്യമര്യാദകളിലും പുകഴ്ത്തലിലും സാധാരണക്കാരായ ജനങ്ങൾ വീണുപോയേക്കാം. എന്നാൽ താൻ അത്തരത്തിലുള്ളവനല്ലെന്ന് സീസർ മെറ്റ്ലസ് സിംബറിനെ ഓർമ്മിപ്പിച്ചു. എന്തെങ്കിലും കാര്യസാധ്യത്തിനായി പുകഴ്ത്തുകയെന്നത് കൊച്ചുകുട്ടികളുടെ അടവാണ്. മെറ്റ്ലസ് എന്ന പ്രഭുവിൽ നിന്നും സീസർ അത് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ മെറ്റ്ലസ് യാചന ആരംഭിച്ചു. പ്രഭു, എൻ്റെ സഹോദരനായ പബ്ലിയൂസ് സിംബറിനെ അങ്ങ് നാട് കടത്തിയിരിക്കുന്നു. അയാളെ ശിക്ഷ റദ്ദ് ചെയ്ത് തിരിച്ചെടുക്കണമേ. സീസറിന് ഇപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. തൻ്റെ കുറ്റവാളിയായ സഹോദരന് വേണ്ടിയാണ് മെറ്റ്ലസ് ഈ നാടകം കളിച്ചത്. കൊള്ളാം. സീസർ എന്ന അചഞ്ചലനും അനിഷേധ്യനുമായ ഭരണാധികാരിയുടെ മുമ്പിൽ ഈ വേല എത്ര വിഡിത്തമാണ്. മെറ്റ്ലസ്! ആ വിളിയിൽ ഒരു സിംഹഗർജനം തന്നെയുണ്ടായിരുന്നു. നിയമവിധേയമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനാലാണ് പബ്ലിയൂസ് സിംബറിനെ നാടുകടത്തിയത്. തൻ്റെ കൽപ്പന ഒഴിവാക്കണമെന്നാണ് ഒരു പ്രഭു ഇപ്പോൾ യാചിക്കുന്നത്. അതും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ മുട്ടിന്മേൽ വീണ് കീഴുകയാണ്. സീസറിന് തൻ്റെ കോപം അടക്കാൻ കഴിഞ്ഞില്ല. ഓർമ്മിക്കൂ, കാരണമില്ലാതെ ഈ ജൂലിയസ് സീസർ ഒന്നും ചെയ്യില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഏതുന്നതനാണെങ്കിലും അത് നടപ്പിലാകണം. നിരാശയോടും അതിലുപരി കടുത്ത അമർഷത്തോടും മെറ്റ്ലസ് സിംബർ എഴുന്നേറ്റു. സദസ്സിനു മുമ്പിൽ താൻ അപമാനിതനായെന്ന ഭാവം ആ മുഖത്ത് നിറഞ്ഞു. സാവധാനം അയാൾ പുറകോട്ട് വലിഞ്ഞു. ഈ സമയത്താണ് മാർക്കസ് ബ്രൂട്ടസ് സീസറിൻ്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. അയാളുടെ മുഖത്ത് പതിവിന് വിപരീതമായി ഒരു പിരിമുറുക്കം ദൃശ്യമായിരുന്നു. പ്രഭു, ഞാൻ അവിടുത്തെ കരങ്ങൾ ചുംബിക്കുന്നു. ജൂലിയസ് സീസറിൽ വീണ്ടും കോപത്തിൻ്റെ കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു റോമൻ ഭടനായകനും ആരുടെയും മുമ്പിൽ യാചിക്കുന്നത് കാണുവാൻ സീസർ ഇഷ്ടപ്പെടുന്നില്ല. ധീരനായ ഒരുവനും മരണത്തെ ഭയപ്പെടുന്നില്ല. എന്തും നേരിടുവാനുള്ള കരുത്താണ് ഒരു യോദ്ധാവിനെ ധീരനാക്കുന്നത്.
പക്ഷേ ഇവിടെ സംഭവിക്കുന്നതോ, ധീരനെന്നും വീരശൂര പരാക്രമിയെന്നും കരുതപ്പെടുന്ന തൻ്റെ സേനാനി മാർക്കസ് ബ്രൂട്ടസ് തൻ്റെ മുമ്പിൽ യാചന ആരംഭിച്ചിരിക്കുന്നു. പ്രഭു, അങ്ങേ പുകഴ്ത്തുവാനായി എത്തിയതല്ല ഞാൻ. സീസറുടെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ ബ്രൂട്ടസ് പറഞ്ഞു. തുടർന്ന് പബ്ലിയൂസ് സിംബറിന് ഉടനടി ശിക്ഷയിൽ നിന്നും വിമുക്തി നൽകണമെന്ന് ബ്രൂട്ടസ് ആവശ്യപ്പെട്ടു. സീസർ കോപം കൊണ്ട് വിറയ്ക്കുകയാണ്. താൻ ഒരു പ്രഭുവിനോട് സാധ്യമല്ല എന്ന് പറഞ്ഞ കാര്യം തന്നെ ഇതാ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സീസറിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തവർ ആരുണ്ട്? പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തൻ്റെ കൽപ്പന പിൻവലിക്കണമെന്ന് 2 പ്രഭുക്കന്മാർ സെനറ്റംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സംഭവം വളരെയധികം അസാധാരണത്വം നിറഞ്ഞതാണെന്ന് സീസറിന് തോന്നി തുടങ്ങി. തനിക്ക് ചുറ്റും നിൽക്കുന്നവരിൽ ഒരു തരം പൈശാചിക ഭാവം നിറയുന്നുണ്ടോ? എന്തായാലും സീസർ പറഞ്ഞത് തന്നെ. ആ കൽപ്പനയ്ക്ക് മാറ്റമില്ല. ബ്രൂട്ടസിന് പറ്റിയ മറുപടി നൽകുന്നതിന് മുമ്പ് തന്നെ കാഷ്യസ് എന്ന സെനറ്റംഗം സീസറിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കഴിഞ്ഞിരുന്നു. സീസറിനെ പരമാവധി കോപിഷ്ഠനാക്കുന്നതിനുള്ള ഗൂഢാലോചനക്കാരുടെ അടവായിരുന്നതെന്ന് സീസറിന് പക്ഷെ മനസ്സിലായില്ല. കാഷ്യസ് അല്പം പരിഹാസരൂപേണ പറഞ്ഞു തുടങ്ങി. സീസർ, അങ്ങ് ദയവായി ക്ഷമിക്കണം. ഞാനിതാ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അങ്ങ് പബ്ലിയൂസ് സിംബറിന് ശിക്ഷ ഇളവ് ചെയ്തു നൽകണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിംബറിന് സ്വാതന്ത്ര്യം ലഭിക്കാനാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. സീസറുടെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. അടക്കാനാവാത്ത കോപത്തോടെ അദ്ദേഹം ആക്രോശിച്ചു. ഇനി ഒന്നും ഉച്ചരിച്ചു പോകരുത്. എഴുന്നേൽക്കൂ. അങ്ങേയറ്റം പുച്ഛസ്വരത്തിൽ സീസർ തുടർന്നു. ഒരു ശക്തിക്കും സീസറിൻ്റെ കൽപ്പനകൾ മാറ്റുവാൻ കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി സീസർ പറഞ്ഞു. തൻ്റെ അടുത്ത് താണുവീണ് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ പ്രാർത്ഥനകൾ മാറിയേക്കാം. താനൊരു ധ്രുവ നക്ഷത്രം പോലെ അചഞ്ചലനാണ്. സീസർ തന്നെ ഒരു ധ്രുവ നക്ഷത്രത്തോട് ഉപമിച്ചത് അദ്ദേഹത്തിന് വളരെ യോജിച്ചതായിരുന്നു. ആകാശവിധാനത്ത് ഇത്രയും സ്ഥിരത അവകാശപ്പെടുവാൻ തക്ക മറ്റൊരു നക്ഷത്രവുമില്ല. കപ്പൽ യാത്രികർക്കും മറ്റും ദിക്കറിയാനുള്ള ഏറ്റവും വലിയ നക്ഷത്രമാണ് വടക്ക് കാണപ്പെടുന്ന ആ നക്ഷത്രം. സിംബർ നാട് കടത്തപ്പെടേണ്ടവനാണ് എന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ കൽപ്പനയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഇനി ഒരു നാവും അതിനെതിരെ ഉയരരുത്. സീസർ അസന്നിഗ്ധമായി പ്രസ്താവിച്ചു. കാസ്ക സാവധാനം മുമ്പോട്ട് വന്നു. അയാളുടെ നാവല്ല, കൈകളാണ് ഇനി സംസാരിക്കാൻ പോകുന്നതെന്ന മുഖവരയോടെയാണ് കാസ്ക എത്തിയത്. തുടർന്ന് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് കൽപൂർണിയെ പ്രാർത്ഥിച്ച കാര്യം തന്നെയായിരുന്നു. തൻ്റെ പിറകിൽ ഒളിപ്പിച്ചു പിടിച്ചിരുന്ന കടാര കാസ്ക സീസറിൻ്റെ മാറിടത്തിലേക്ക് തന്നെ കുത്തിയിറക്കി. ആർത്തനാദത്തിന് പകരം ധീരനായ സീസറിൽ നിന്നുയർന്നത് ഒരു ഞെട്ടലാണ്. തനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ തന്നെ അല്പസമയമെടുത്തു ആ ഭരണാധികാരി. നിരായുധനായി കിരീടധാരണത്തിനായി സദസ്സിലെത്തിയ തന്നോട് പ്രഭുക്കന്മാർ ഇപ്രകാരം ചെയ്യുമെന്ന് അദ്ദേഹം കരുതിയതേയില്ല. ഇന്നലെ വരെ ഓച്ചാനിച്ച് നിന്നവർ ഇന്ന് തന്നെ കൊല്ലാനൊരുങ്ങുന്നു. ധീരനായ താൻ നിസ്സഹായാവസ്ഥയിൽ അവർക്ക് മുമ്പിൽ പിടയാൻ തുടങ്ങുന്നു. പ്രഭുക്കന്മാർ ഓരോരുത്തരായി സീസറിൻ്റെ മേൽ കടാര കുത്തിയിറക്കാൻ തുടങ്ങി. ഒരു രോദനവും സീസറിൽ നിന്നുയർന്നില്ല. തന്നെ അനുകൂലിക്കുന്ന ഒരുവനെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ആ കണ്ണുകൾ പരതി. പക്ഷേ ആരെയും കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവസാനമായി സീസറിനെ കുത്തിയത് വിശ്വസ്തനിയായിരുന്ന ബ്രൂട്ടസ് തന്നെയാണ്. ആ കാഴ്ച അവിശ്വസനീയമായിരുന്നു. സ്വന്തം മകനെ പോലെ കരുതിയവൻ, പിതൃതുല്യം സ്നേഹം നൽകിയവൻ, അവൻ ഈ കൊടുംപാതകം ചെയ്തതിൽ സീസറിന് നടുക്കമുണ്ടായി. ആ ചുണ്ടുകൾ ചലിച്ചു. ബ്രൂട്ടസേ, നീയും? ബാക്കി പറയുവാൻ ജൂലിയസ് സീസറിന് സാധിച്ചില്ല. എൻ്റെ മോനെ, നീയും ഈ ഗൂഢാലോചനക്കാരോടൊപ്പം ചേർന്നോ? നീയും എന്നെ വധിക്കാൻ ശ്രമിക്കുകയാണോ? ഇപ്രകാരം എന്തെങ്കിലുമായിരിക്കാം സീസർ പറയാൻ ശ്രമിച്ചത്. എന്നാൽ മുഴുവിപ്പിക്കാൻ കഴിയാതെ ആ ആത്മാവ് നിത്യതയിലേക്ക് പറന്നുയർന്നു. കേവലം നശ്വരമായ അദ്ദേഹം തറയിലേക്ക് വീണു. പ്രപഞ്ചത്തിൽ സംഭവിച്ച കൊടും ചതികളിലൊന്ന് അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. ബ്രൂട്ടസേ, നീയും എന്ന ആ വാക്കുകൾ ഒരുപക്ഷെ പ്രപഞ്ചമാകെ മാറ്റൊലികൊണ്ടിരിക്കാം. അടുത്തതായി ഉയർന്നത് ഗൂഢാലോചനക്കാരിൽ ഒരുവനായ സിന്നയുടെ ശബ്ദമാണ്. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം! അയാൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചുകൂവി. ആ ശബ്ദം സെനറ്റ് ഹൗസിൻ്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു.
ഏകാധിപത്യം തുലഞ്ഞിരിക്കുന്നു. സ്വേച്ഛാധിപതി കൊല്ലപ്പെട്ടിരിക്കുന്നു. നാം സ്വതന്ത്രരായിരിക്കുന്നു. സിന്ന വിളിച്ചു കൂവാൻ തുടങ്ങി. ഉടനടി കാഷ്യസ് ഇടപെട്ടു. തെരുവുകളിൽ ചെന്ന് ഈ കാര്യം വിളംബരം ചെയ്യുവാൻ അയാൾ സിന്നയോട് ആവശ്യപ്പെട്ടു. വിവിധ പ്രസംഗ വേദികളിലേക്ക് സെനറ്റ് അംഗങ്ങളെ ഓരോരുത്തരായി അയക്കുന്ന തിരക്കിലായി കാഷ്യസ്. റോമാ സാമ്രാജ്യത്തിന് തങ്ങളിതാ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിരിക്കുന്നു. ഇക്കാര്യം റോം മുഴുവൻ അറിയണം. തങ്ങളുടെ ധീരമായ ചെയ്തികൾ കൊണ്ട് എത്രയോ ലക്ഷം ജനങ്ങൾക്ക് പ്രയോജനമുണ്ടായിരിക്കുന്നു. അടിമത്തത്തിൻ്റെ ചങ്ങലകൾ അടർത്തി മാറ്റുവാൻ തങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ജൂലിയസ് സീസർ എന്ന ഏകാധിപതിയെ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനാധിപത്യം വിജയിക്കട്ടെ. ഇപ്രകാരം സെനറ്റ് അംഗങ്ങൾ ഓരോരുത്തരായി അലറുവാൻ തുടങ്ങി. ഈ അവസരത്തിലാണ് ജൂലിയസ് സീസറിൻ്റെ എക്കാലത്തെയും അടുത്തനുയായിയായിരുന്ന മാർക്ക് ആൻ്റണി കടന്നുവരുന്നത്. സദസ്സിലേക്ക് കടന്നുവന്ന മാർക്ക് ആൻ്റണിയിൽ നിന്ന് ഒരു ആർത്തനാദമുയർന്നു. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ധീരനായകനായ വില്ലാളി വീരനായ സീസർ ഇതാ തറയിൽ വീണുകിടക്കുന്നു. സീസർ, അങ്ങ് എന്താണിവിടെ? അങ്ങയുടെ മഹത്വം എവിടെ? അവിടുത്തെ വിജയങ്ങളെവിടെ? കീഴടക്കലുകൾ എവിടെ? പോരാട്ടങ്ങളെവിടെ? ഒരു ഭ്രാന്തനെ പോലെ മാർക്ക് ആൻ്റണി നിലവിളിക്കാൻ തുടങ്ങി. തൻ്റെ നേതാവിത ജീവനില്ലാതെ മുമ്പിൽ. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ ആൻ്റണിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം മറ്റ് സെനറ്റ് അംഗങ്ങളുടെ നേരെ തിരിഞ്ഞു. മാന്യരെ, നിങ്ങൾ എന്തിനിത് ചെയ്തു? എന്ത് പൈശാചികതയാണ് നിങ്ങളെ ഇതിനെ പ്രേരിപ്പിച്ചത്? എനിക്ക് മരിക്കാൻ ഏറ്റവും യോജിച്ച സമയമാണിത്. സീസറിനെ, മഹാനായ ഭരണാധികാരിയെ വധിച്ച അതേ ആയുധം കൊണ്ട് എനിക്ക് മരിക്കണം. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ലോകത്തിലെ ഏറ്റവും കുലീനമായ രക്തവും ഇതാ ചിന്തപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കൈകളിതാ പ്രതികാരാഗ്നിയാൽ പുകയുന്നു. നിങ്ങൾ നീചന്മാരാണ്. ആൻ്റണിയുടെ വിലാപങ്ങൾക്ക് ശക്തി കൂടി. ഗൂഢാലോചനയിൽ ഏർപ്പെട്ട നിഷ്ഠൂരന്മാരോട് തന്നെ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളുവാൻ ആൻ്റണി ആവശ്യപ്പെട്ടു. തിന്മകളാണ് ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. നാശത്തിൻ്റെ സന്തതികളാണ് എവിടെയും വിലസുന്നത്. ഇപ്രകാരമുള്ള റോമിൽ കഴിയുവാൻ മാർക്ക് ആൻ്റണിക്ക് താല്പര്യമില്ല. അതിനേക്കാൾ അഭികാമ്യം മരണമാണെന്ന് അയാൾ കരുതുന്നു. ആൻ്റണിയുടെ വാക്കുകൾ അതിര് കടക്കുന്നുവെന്ന് തോന്നിയപ്പോൾ ബ്രൂട്ടസ് ഇടപെട്ടു. ആൻ്റണി, ഞങ്ങളുടെ കരങ്ങളാൽ താങ്കൾ മരണം ഇരന്നു വാങ്ങരുത്. ആ സ്വരത്തിലൊരു വെല്ലുവിളിയും അധികാരവും നിറഞ്ഞിരുന്നു. ഞങ്ങൾ അധമരായ കാബാലികന്മാരായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സീസറിനോടുള്ള സഹതാപം നിറഞ്ഞു നിൽക്കുന്നു. തുടർന്ന് ബ്രൂട്ടസ് തങ്ങൾ സീസറിനെ വധിക്കാനുള്ള പ്രധാന കാരണം വെളിപ്പെടുത്തി. റോമാ സാമ്രാജ്യത്തോടുള്ള സ്നേഹവും സഹതാപവും സീസറിനോടുള്ള സ്നേഹത്തെ കെടുത്തിക്കളഞ്ഞതായി ബ്രൂട്ടസ് പ്രഖ്യാപിച്ചു. വാസ്തവത്തിൽ ബ്രൂട്ടസ് ഒരു നല്ല മനുഷ്യനായിരുന്നു. ഗൂഢാലോചനക്കാരുടെ കൈകളിലെ ഒരു പാവയായി അയാൾ മാറുകയായിരുന്നു. റോമിനെ രക്ഷിക്കുകയെന്ന ഉദാത്തമായ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഗൂഢാലോചനക്കാരെല്ലാം വർത്തിക്കുന്നതെന്നായിരുന്നു ശുദ്ധഗതിക്കാരനായ ബ്രൂട്ടസ് വിശ്വസിച്ചത്. എന്നാൽ സംഭവിച്ചത് നേരെ വിപരീതമായ കാര്യമായിരുന്നു. അസൂയയും വഞ്ചനയും വെറുപ്പും കോപവും അധികാര കൊതിയുമെല്ലാമാണ് ബ്രൂട്ടസ് ഒഴിച്ചുള്ള സെനറ്റ് അംഗങ്ങളെ നയിച്ചത്. ബ്രൂട്ടസിനെ തങ്ങൾക്കൊപ്പം നിർത്തുന്നതിൽ അവർക്ക് വലിയ താല്പര്യമായിരുന്നു എന്നതായിരുന്നു വാസ്തവം. വലിയ ജനസമ്മതി ഉണ്ടായിരുന്ന ബ്രൂട്ടസിനെ തങ്ങൾക്കൊപ്പം നിർത്തിയാൽ റോമൻ പൗരന്മാരുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ കണക്കുകൂട്ടി. ബ്രൂട്ടസ് ആവട്ടെ അവരുടെ വലയിൽ നിബന്ധിക്കുകയും ചെയ്തു. ബ്രൂട്ടസ് തുടരുകയാണ്. മാർക്ക് ആൻ്റണി, താങ്കളുടെ നേരെ വാളുയർത്തുമ്പോൾ ഞങ്ങളുടെ ആയുധം ഈയം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവയായിരുന്നു. ആൻ്റണിയോട് തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് വളരെ ഭംഗിയായി ബ്രൂട്ടസ് അറിയിച്ചു കഴിഞ്ഞു. അവരുടെ കരങ്ങൾ നീചമായ കൃത്യം ചെയ്തുവെന്ന് ആൻ്റണി കരുതുന്നുവെങ്കിലും ബ്രൂട്ടസ് ഉൾപ്പെടെയുള്ളവർക്ക് ആൻ്റണിയോട് ഒരു സഹോദരനോടുള്ള സ്നേഹമാണ്. അതിനാൽ തന്നെ സ്നേഹപൂർവ്വം മതിയായ ആദരവോടെ എല്ലാ നല്ല ചിന്തകളോടെയും മാർക്ക് ആൻ്റണിയെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തുവാൻ അവർക്ക് സന്തോഷമാണ്. ബ്രൂട്ടസിൻ്റെ ഈ വാക്കുകൾ മാർക്ക് ആൻ്റണിയിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. താൻ കണ്ട ഭീകരദൃശ്യത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് മുക്തനാവുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. മാർക്ക് ആൻ്റണിയുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ എന്നവണ്ണം നീചനായ കാഷ്യസ് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു: താങ്കളുടെ ശബ്ദം ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾക്കുള്ള അതേ പദവികൾ തന്നെ താങ്കൾക്കും നൽകുന്നതായിരിക്കും. ആൻ്റണിയെ തങ്ങളോടൊപ്പം നിർത്തേണ്ടതിൻ്റെ ആവശ്യകത
കുടിലബുദ്ധിക്കാരനായ കാഷ്യസിന് നന്നായി അറിയാം. കാരണം ആന്റണി വിശ്വസ്തനാണ്. മറ്റുള്ളവരെ വിശ്വസിക്കാനാവില്ല. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ബ്രൂട്ടസ് ഒഴികെയുള്ളവരെല്ലാം തന്നെ വഞ്ചകരാണ്, പരസ്പരം നശിപ്പിക്കാൻ ഒരുമ്പെട്ടവർ. ഒരുപക്ഷെ അധികാരം കയ്യിൽ കിട്ടിയാൽ അവരുടെ മനോഭാവം തന്നെ മാറിയേക്കാം. താൻ ഉൾപ്പെടെയുള്ളവർ വഞ്ചനയുടെ പ്രതീകങ്ങളാണെന്ന് കാഷ്യസിന് നന്നായിട്ടറിയാം. അതിനാൽ മാർക്ക് ആന്റണി തങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ല. കാഷ്യസിൻ്റെ വാക്കുകൾ ആന്റണിയിൽ പ്രതികാര ചിന്ത ഉണർത്തി. മഹാനായ സീസറിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യുവാൻ സാധിക്കുന്ന ഏക വ്യക്തി താൻ തന്നെയാണ്. മറ്റെല്ലാവരും ഗൂഢാലോചനക്കാരുടെ ഒപ്പമാണ്. തൽക്കാലം താനും അവരോടൊപ്പമാണെന്ന് വരുത്തി തീർക്കുവാൻ ആന്റണി ഉറച്ചു. സീസറിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യുവാൻ താൻ ജീവിച്ചിരുന്നേ മതിയാകൂ. നന്നായി ആലോചിച്ചതിന് ശേഷം ആന്റണി പറഞ്ഞു, നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല മാന്യരെ. എനിക്ക് നിങ്ങളോടൊപ്പം ചേരാതെ വേറെ വഴിയില്ല. ആന്റണി പറഞ്ഞതിൽ യുക്തിയുണ്ടായിരുന്നു. ഇപ്പോൾ എതിരാളികളെ തുറന്നെതിർക്കുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. തൻ്റെ നില വളരെ പരിതാപകരമാണെന്ന് ആന്റണിക്കറിയാം. ഒന്നുകിൽ മുഖസ്തുതിക്കാരനായി ഈ നീചന്മാരോടൊപ്പം ചേരാം, അല്ലെങ്കിൽ ഒരു ഭീരുവിനെ പോലെ എവിടേക്കെങ്കിലും ഓടിപ്പോകാം. പ്രതികാരം ചെയ്യണമെങ്കിൽ ആദ്യ വഴി തന്നെ തിരഞ്ഞെടുക്കണം. അതിനാൽ ഗൂഢാലോചനക്കാരോടൊപ്പം ചേരാൻ തന്നെ ആന്റണി തീരുമാനിച്ചു. എങ്കിലും സീസറുടെ മൃതശരീരം കണ്ട ആന്റണി ആകുലചിത്തനായി. ആ ജീവനറ്റ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ ഇപ്രകാരം വിലപിച്ചു, മഹാനായ സീസർ, അവിടുന്ന് എന്നോട് ക്ഷമിക്കുമല്ലോ. അങ്ങയുടെ ആന്റണി ഇതാ അവിടുത്തെ ഘാതകരോടൊപ്പം ചേരുന്നു. അങ്ങയുടെ ആത്മാവിത് കാണുന്നുണ്ടെങ്കിൽ. ആന്റണിക്ക് ആ വാക്കുകൾ മുഴുവിപ്പിക്കാൻ സാധിച്ചില്ല. സീസറിൻ്റെ ആത്മാവിത് കാണുകയാണെങ്കിൽ തൻ്റെ മരണത്തേക്കാൾ ഉപരി ദുഃഖിക്കുന്നത് ആന്റണിയുടെ മനംമാറ്റം അറിഞ്ഞായിരിക്കും. ശത്രുക്കളുടെ ചോര മണക്കുന്ന കരങ്ങൾ ഗ്രഹിക്കുന്ന ആന്റണിക്ക് സീസർ മാപ്പ് നൽകുമോ? ആ മനസ്സിൽ എന്തായിരിക്കും നിറയുക? തന്നെ വണങ്ങി നിന്നവർ, പ്രത്യേകിച്ച് ബ്രൂട്ടസ് നെഞ്ചിൽ കടാര കുത്തിയിറക്കിയപ്പോൾ സീസറിൻ്റെ ചിന്തകൾ എന്തായിരിക്കും? ഇപ്പോൾ സീസറിൻ്റെ മൃതശരീരത്തിനടുത്തു നിന്ന് തന്നെയാണ് താൻ നീചമായി പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ മാർക്ക് ആന്റണിയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. എങ്കിലും താനൊരു മഹത്തായ ലക്ഷ്യം മുമ്പിൽ കാണുന്നു. ആ ചിന്ത ആന്റണിയിൽ ആശ്വാസമുണർത്തി. സീസറിൻ്റെ ഭൗതിക ശരീരത്തിനു മുമ്പിൽ തേങ്ങിക്കൊണ്ട് ഗൂഢാലോചനക്കാരെ കുറ്റപ്പെടുത്തുന്ന മാർക്ക് ആന്റണിയെ കണ്ടപ്പോൾ കാഷ്യസിന് കലി കയറി. ആന്റണി! കാഷ്യസിൻ്റെ ആ വിളിയിൽ വളരെ കനത്തൊരു ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണിയുടെ സ്വരം ആന്റണി തിരിച്ചറിഞ്ഞു. ഈ നീചന്മാരെ തുറന്നെതിർക്കുന്നത് വിവേകമല്ല എന്ന് ആന്റണിക്കറിയാം. അതിനാൽ തൻ്റെ എതിർപ്പ് മറച്ചുവെക്കാൻ തന്നെ ആന്റണി തീരുമാനിച്ചു. ക്ഷമിക്കണം കാഷ്യസ്, ദയവായി എന്നോട് ക്ഷമിക്കണം. സീസറിൻ്റെ ശത്രുക്കൾ പോലും ഇങ്ങനെ തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തും. അപ്പോൾ മിത്രമായി ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ഒരു അപരാധമല്ലേ? സീസറിനെ പുകഴ്ത്തുമ്പോൾ കാഷ്യസ് പല്ലിറുമുന്നത് ആന്റണി കണ്ടിരുന്നു. ലോകത്തിലെ സകല നീചഭാവവും കാഷ്യസിൽ കുടിയിരിക്കുന്നതായി ആന്റണിക്ക് തോന്നി. മഹാനായ ജൂലിയസ് സീസർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിയവരാണ് ഈ നീചന്മാർ. ഇപ്പോഴവർക്ക് ആ പേര് കേൾക്കുന്നത് പോലും വെറുപ്പാണ്. എന്തൊരു മ്ലേച്ഛമായ കാഴ്ചപ്പാട്! ആന്റണി അതിശയം കൂറി. ഏതായാലും ആന്റണിയുടെ മറുപടി കേട്ട കാഷ്യസിൻ്റെ ഉള്ളം തണുത്തു. ഇന്നലെ വരെ തന്നേക്കാൾ കേമനായിരുന്ന ആന്റണി ഇന്ന് തൻ്റെ മുമ്പിൽ യാചനാസ്വരത്തിൽ സംസാരിക്കുന്നത് കേട്ട കാഷ്യസിൻ്റെ മനസ്സിൽ സന്തോഷം അലതല്ലി. എല്ലാം സീസറിൻ്റെ മരണം കൊണ്ടുവന്ന സൗഭാഗ്യങ്ങൾ. സീസർ മുമ്പേ തന്നെ മരിക്കേണ്ടവനായിരുന്നെന്ന് കാഷ്യസിന് തോന്നി. അയാളുടെ കീഴിൽ അടിമകളെപ്പോലെ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ ഓർത്ത് കാഷ്യസിന് തന്നോട് തന്നെ പുച്ഛം തോന്നി. കാഷ്യസിൻ്റെ ചിന്തകൾ ആന്റണിയും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കാഷ്യസ് ആന്റണിയോട് അല്പം കൂടി സൗമ്യമായി പറഞ്ഞു, സീസറിനെ പുകഴ്ത്തുന്നതിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഞങ്ങൾക്കറിയേണ്ടത് ഇതാണ്. എന്താണ് നിന്റെ പദ്ധതി? നീ ഞങ്ങളുടെ സുഹൃത്തായി ഞങ്ങളോടൊപ്പം കൂടുന്നുവോ, അതോ സീസറിനോടൊപ്പം യാത്രയാകാൻ തയ്യാറാവുകയാണോ? കഠാരയിൽ കൈകളൂന്നിയുള്ള കാഷ്യസിൻ്റെ ചോദ്യത്തിൽ അടങ്ങിയ പരിഹാസം ആന്റണി മനസ്സിലാക്കി. തൻ്റെ നിസ്സഹായാവസ്ഥയിൽ ഇതെല്ലാം നേരിടേണ്ടത് തന്നെയാണെന്ന് ആന്റണിക്കറിയാം. സൗമ്യമായി മാർക്ക് ആന്റണി ഇപ്രകാരം പറഞ്ഞു, തീർച്ചയായും ഞാൻ താങ്കളുടെ കരങ്ങൾ ഗ്രഹിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു.
ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരായ നിങ്ങളാണ് പ്രമാണിമാർ. വധിക്കപ്പെട്ട് കിടക്കുന്ന സീസറിൽ നിന്നും എനിക്കിനി ഒന്നും നേടുവാനില്ല. ആന്റണിയുടെ ഹൃദയമായിരുന്നില്ല അപ്പോൾ സംസാരിച്ചത്, ആ ചുണ്ടുകൾ മാത്രമായിരുന്നു. വധിക്കപ്പെട്ട സീസർ മറ്റെന്തിനേക്കാളും ആന്റണിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ്. ആ വധത്തിൻ്റെ പേരിൽ പ്രതികാരം ചെയ്യുവാൻ തയ്യാറായാണ് അയാൾ നിൽക്കുന്നത്. എന്നാൽ അത് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല. അതിനാൽ സംയമനം പാലിച്ചുകൊണ്ട് ആന്റണി പറഞ്ഞു, ഞാൻ താങ്കളുടെ സൗഹൃദ വലയത്തിൽ ചേർന്നിരിക്കുന്നു. എങ്കിലും എനിക്കൊരു സംശയമുണ്ട്. അതിന് നിവൃത്തി വരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ആന്റണിയുടെ സംശയം ന്യായമായിരുന്നു. എന്തിനു വേണ്ടിയാണ് ആ കാബാലികർ തൻ്റെ നേതാവിനെ കശാപ്പ് ചെയ്തതെന്ന് അയാൾക്കറിയണം. എല്ലാ കാര്യങ്ങൾക്കും ഒരടിസ്ഥാനമുണ്ടല്ലോ. വ്യക്തമായ കാരണം അറിയുവാൻ ആന്റണിക്ക് അർഹതയുണ്ട്. എന്തുകൊണ്ടാണ് മഹാനായ സീസർ അപകടകാരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയത്? ആ ചോദ്യത്തിൻ്റെ അലയടികൾ സെനറ്റ് ഹൗസ് ആകെ മുഴങ്ങി. ഓരോ തൂണും ആ ചോദ്യം ഏറ്റു ചോദിക്കുന്നത് പോലെ, ഓരോ മണൽത്തരിയും ഈ നീചകൃത്യത്തിൻ്റെ കാരണം അന്വേഷിക്കുന്നത് പോലെ. ആന്റണിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ബ്രൂട്ടസാണ്. ഞങ്ങളുടെ ഉദ്ദേശം തീർച്ചയായും നീതിപൂർവകമായിരുന്നു. കൂടുതൽ പറയുവാൻ ബ്രൂട്ടസ് കൂട്ടാക്കിയില്ല. അതോ അയാൾ മനഃപൂർവ്വം മറച്ചുവെച്ചതോ? ചിലപ്പോൾ കാരണമെന്തെന്ന് അയാൾക്ക് തന്നെ അറിയില്ല എന്ന് വരുമോ? ഗൂഢാലോചനക്കാരുടെ കയ്യിലകപ്പെട്ട ബ്രൂട്ടസിന് നീതിയും അനീതിയും തമ്മിലുള്ള നേരിയ വിടവ് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ആ കാരണമാണ് ഇനി ആന്റണിക്ക് അറിയേണ്ടത്. അതറിഞ്ഞാൽ മാത്രമേ അയാൾക്ക് തൃപ്തിയാകൂ. എന്നാൽ ബ്രൂട്ടസ് കൂടുതലൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. താങ്കൾ എന്നെ ദയവായി അനുവദിച്ചാലും മഹാനായ സീസറിൻ്റെ മൃതശരീരം ആചാരാനുഷ്ഠാനങ്ങളോടെ പൊതുസ്ഥലത്ത് ദർശനത്തിന് വയ്ക്കണം. കൂടാതെ നമ്മുടെ സംസ്കാരമനുസരിച്ച് സീസറിന് യോഗ്യമായ ചരമപ്രസംഗം നടത്താനും എന്നെ അനുവദിക്കണം. മാർക്ക് ആന്റണിയുടെ ഈ അഭ്യർത്ഥന തികച്ചും ന്യായമാണെന്ന് ബ്രൂട്ടസിന് തോന്നി. സീസർ ഉത്തമമായ ഒരു ചരമപ്രസംഗം അർഹിക്കുന്ന വ്യക്തി തന്നെയാണ്. അതിനാൽ അപ്പോൾ തന്നെ ബ്രൂട്ടസ് മാർക്ക് ആന്റണിക്ക് ചരമപ്രസംഗത്തിനുള്ള അനുവാദം നൽകി. എന്നാൽ ജ്വലിക്കുന്ന കണ്ണുകളോടെ കാഷ്യസ് സമീപത്ത് നിൽക്കുന്നത് ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. മാർക്ക് ആന്റണിയെ ചരമപ്രസംഗം നടത്താൻ അനുവദിക്കുന്നത് കാഷ്യസിന് അല്പം പോലെ രസിച്ചില്ല. ഈ അവസരത്തിൽ തങ്ങൾക്കെതിരെ ഒരു ലഹളയൊരുക്കുവാൻ ആന്റണിയുടെ വാക്കുകൾക്ക് കഴിഞ്ഞേക്കും. ബ്രൂട്ടസ് കാണിച്ച വിഡ്ഢിത്തത്തോട് ഉറക്കെ പ്രതികരിക്കാനും കാഷ്യസിന് കഴിയുന്നില്ല. ആത്മഗതമായി അയാൾ ഇത്രയും പറഞ്ഞു, ബ്രൂട്ടസ്, എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയില്ല. ആന്റണിയെ ചരമപ്രസംഗത്തിന് അനുവദിക്കരുത്. അയാളുടെ വാക്കുകൾ കൊണ്ട് ജനങ്ങൾ ഇളകി മറിഞ്ഞേക്കാം. ഈ വിവരം തൻ്റെ കൂട്ടാളിയോട് ഉറക്കെ പറയുവാൻ കാഷ്യസിന് സാധിക്കുന്നുമില്ല. ഗൂഢചിന്തകളുള്ളവനാണെങ്കിലും ഇവിടെ കാഷ്യസ് ഉയർത്തിയത് ഒരു പ്രായോഗിക വശം തന്നെയായിരുന്നു. ബ്രൂട്ടസിന് പറ്റിയ അമളി അതായിരുന്നു. ഒരുപക്ഷെ മാർക്ക് ആന്റണി അന്ന് പ്രസംഗപീഠത്തിൽ കയറിയിരുന്നില്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മറ്റൊന്നായി മാറുമായിരുന്നു. എന്തായാലും കാഷ്യസിൻ്റെ മുഖഭാവവും ചിന്തകളും ബ്രൂട്ടസ് ഗ്രഹിച്ചു. എന്താണ് തൻ്റെ സ്നേഹിതൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ബ്രൂട്ടസിന് പെട്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ മാർക്ക് ആന്റണിയുടെ നേരെ തിരിഞ്ഞ് അയാൾ ഇപ്രകാരം പറഞ്ഞു, മാർക്ക് ആന്റണി, നിങ്ങൾക്ക് തീർച്ചയായും സംസാരിക്കാം. സീസറിൻ്റെ അപദാനങ്ങൾ കീർത്തിക്കാം. എന്നാൽ എനിക്ക് 2 നിബന്ധനകളുണ്ട്. അവ അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾ പ്രസംഗപീഠം കാണുകയുള്ളൂ. നിബന്ധനകൾ കേട്ടപ്പോൾ ആന്റണിക്ക് ഉള്ളിൽ കോപം നിറഞ്ഞു. ബ്രൂട്ടസ് ആരാണ് തന്നോട് കൽപ്പിക്കാൻ? അയാളുടെ നിബന്ധനകളിലൊന്ന് ബ്രൂട്ടസ് സംസാരിച്ചതിന് ശേഷം അനുവാദം നൽകുമ്പോൾ മാത്രമേ മാർക്ക് ആന്റണി സംസാരിക്കാവൂ എന്നതായിരുന്നു. അടുത്തതായി, മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തിൽ ഗൂഢാലോചനക്കാരെക്കുറിച്ച് നല്ലത് മാത്രമേ പരാമർശിക്കാവൂ എന്നും. 2 നിബന്ധനകളും കേട്ടപ്പോൾ കാഷ്യസിന് വലിയ സന്തോഷമായി. ബ്രൂട്ടസിൻ്റെ ബുദ്ധിശക്തിയിൽ അയാൾ ഉള്ളിൽ സന്തോഷിച്ചു. ഈ 2 നിബന്ധനകളും മാർക്ക് ആന്റണിയെ കൂച്ചിവിലങ്ങിടുമെന്ന് അയാൾ മനസ്സിലാക്കി. ആന്റണി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകില്ല എന്ന് ബ്രൂട്ടസിന് നന്നായിട്ടറിയാം. തൻ്റെ വാചാലതയ്ക്ക് മുമ്പിൽ ആന്റണി എന്നല്ല, മിക്കവാറും എല്ലാ സെനറ്റർമാരും നിഷ്പ്രഭരാണ്. ആന്റണിയുടെ വാദഗതികൾ മുൻകൂട്ടി കണ്ട് എതിർക്കാനുള്ള എതിർവാദങ്ങൾ ആദ്യമേ തന്നെ തയ്യാറാക്കിയാണ് ബ്രൂട്ടസ് പ്രസംഗപീഠത്തിലേക്ക് കയറുന്നത് തന്നെ.
പക്ഷേ ഇവിടെ ബ്രൂട്ടസ് കാണിച്ച മറ്റൊരു വിഡ്ഢിത്തം അയാളുടെ നാശത്തിന് തന്നെ വഴിയൊരുക്കുകയായിരുന്നു. ആൻ്റണിയുടെ വാചാലതയെ ബ്രൂട്ടസ് വില കുറച്ചു കണ്ടു. ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആൻ്റണിയുടെ ഭാഷയെ അയാൾ പുച്ഛിച്ചു തള്ളി. വിധി ബ്രൂട്ടസിന് എതിരെയായിരുന്നു. ഇത്രയെല്ലാം സംഭവിച്ചുവെങ്കിലും കാഷ്യസിൻ്റെ മനസ്സ് മാർക്ക് ആൻ്റണിയെ പ്രസംഗപീഠത്തിലെത്തിക്കുന്നതിന് എതിര് തന്നെയായിരുന്നു. സീസറിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് പ്രസംഗവേദിയിലേക്ക് പോകുവാൻ ബ്രൂട്ടസ് മാർക്ക് ആൻ്റണിയെ അനുവദിച്ചു. താൻ സംസാരിക്കുന്ന അതേ പ്രസംഗപീഠത്തിൽ തന്നെ മാർക്ക് ആൻ്റണിയും സംസാരിക്കണം. ബ്രൂട്ടസിൻ്റെ നിബന്ധനകൾ എന്തുതന്നെയായാലും അവ അനുസരിക്കുവാൻ ബാധ്യസ്ഥനായിരുന്നു മാർക്ക് ആൻ്റണി. ബ്രൂട്ടസിൻ്റെ പ്രസംഗത്തിന് ശേഷമേ ആൻ്റണിക്ക് സംസാരിക്കാൻ അനുമതി ലഭിക്കൂ തുടങ്ങിയ നിബന്ധനകൾ ആൻ്റണി അംഗീകരിച്ചു. തുടർന്ന് നടന്നത് വളരെ ഹൃദയഭേദകമായ രംഗമായിരുന്നു. ബ്രൂട്ടസും പരിവാരങ്ങളും നീങ്ങിയപ്പോൾ ആൻ്റണിയും സീസറിൻ്റെ മൃതദേഹവും തനിച്ചായി. മാർക്ക് ആൻ്റണി കൈകൾ കൂപ്പിക്കൊണ്ട് സീസറിൻ്റെ ജഡത്തിനരികെയിരുന്നു. എന്നിട്ട് സാവധാനം കണ്ണീരോടെ പറഞ്ഞു, അങ്ങ് എന്നോട് ക്ഷമിച്ചാലും ഇവരോട് അങ്ങയുടെ വിശ്വസ്തനായ ആൻ്റണി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ലോകത്തെ മഹാന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായ അങ്ങയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആൻ്റണിയുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ചാലുകൾ ഒഴുകി. ഹൃദയമുരുകിയ പരിവേദനമായിരുന്നു അവിടെ ഉയർന്നത്. സെനറ്റ് ഹൗസാകെ ആ തീവ്ര വേദനയിൽ ഉരുകി. ഇത്തരമൊരു കൊടുമ്പാതകം ചെയ്ത കൈകളെ ആൻ്റണി ശപിച്ചു. അവരും അവരുടെ സന്തതി പരമ്പരകളും ദുരിതത്തിലാഴുമെന്ന് ആൻ്റണി പ്രവചിച്ചു. സീസറിൻ്റെ മുറിവുകളെ തൊട്ട് ആൻ്റണി ആണയിട്ടു. സംസാരിക്കാനാവാത്ത ആ മുറിവായകൾക്ക് വേണ്ടി ആൻ്റണി സംസാരിച്ചു. സീസറിൻ്റെ മുറിവുകൾ മാർക്ക് ആൻ്റണിയുടെ വായിലൂടെ സംസാരിച്ചു. റോമ സാമ്രാജ്യമാകി നശിക്കുമെന്നും ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും മൂലം രാജ്യം കുളം തോണ്ടുമെന്നും ആൻ്റണി പ്രവചിച്ചു. ഇറ്റലിയിലുടനീളം അത് നാശം വിതയ്ക്കപ്പെടും. രക്തച്ചൊരിച്ചിലും നാശവും റോമിലെ പതിവ് കാഴ്ചകളായി മാറും. ശവശരീരങ്ങൾ കണ്ട് ആരും ഞെട്ടിത്തെരിക്കില്ല. ഭീകരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചിരപരിചിതമാകും. തീവ്ര ദുഃഖത്താൽ അവരുടെ ഹൃദയം കരിങ്കല്ലായി മാറും. സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങൾ ശിരസറ്റ് കിടക്കുന്നത് കാണുന്ന അമ്മമാർ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും. സമനില തെറ്റിയ അവർക്ക് ചിരിയേത് കരച്ചിലേത് എന്ന് വേർതിരിച്ചെടുക്കാനാവാത്ത ഒരവസ്ഥ വന്നു ചേരും. സഹതാപം പോയി മറയും. എവിടെയും ദുഷ്ടത കളിയാടും. ഭീകരത നൃത്തം വയ്ക്കുന്ന റോമൻ തെരുവീതിയിൽ മരണം താളം ചവിട്ടും. ജൂലിയസ് സീസറിൻ്റെ പ്രേതം പ്രതികാരദാഹിയായി റോമ സാമ്രാജ്യത്തിൻ്റെ തെരുവുകളിലൂടെ രാത്രിയുടെ 2-ാം യാമത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. പാതാളത്തിൽ നിന്നും പ്രതികാര ദേവതയായ എയ്റ്റ് കൂടെയുണ്ടായിരിക്കും. ഒരു സ്വേച്ഛാധിപതിയുടെ നാശമെന്ന് ഈ പ്രേതം വിളിച്ചുകൂവും. യുദ്ധത്തിൻ്റെ വേട്ടപ്പട്ടികൾ സ്വതന്ത്രരാക്കപ്പെടും. മരണത്തോട് മല്ലടിക്കുന്ന റോമൻ പൗരന്മാരെ അവറ്റകൾ ജീവനോടെ കടിച്ചു കയറും. ശാന്തമായി മരിക്കാൻ കഴിയാതെ മുറിവേറ്റ് കിടക്കുന്ന ആയിരങ്ങൾ തങ്ങളെ ഒന്ന് കൊന്നു തരൂ എന്നപേക്ഷിക്കും. മതാചാരപ്രകാരമുള്ള ശവസംസ്കാരത്തിനായി മൃതദേഹങ്ങൾ കൊതിച്ചുകൊണ്ടിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് മാർക്ക് ആൻ്റണി സീസറിൻ്റെ ജഡത്തിൽ ചുംബിച്ചു. ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരാളമായി ഒഴുകി. ശോകമൂകമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തോടൊപ്പം ദുഃഖം പങ്കിടുവാൻ ഒരൊറ്റ റോമൻ പൗരൻ പോലും ഉണ്ടായിരുന്നില്ല. സീസർ നീണാൾ വാഴട്ടെ എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ നിലവിളിച്ചവരും അലറിയവരുമൊന്നും ഈ ദയനീയാവസ്ഥയിൽ സീസറോടൊപ്പമുണ്ടായിരുന്നില്ല. അധികാരമില്ലാത്ത വെറുമൊരു മൺകൂന മാത്രമായി മാറുവാൻ പോകുന്ന സീസറിൻ്റെ മുമ്പിൽ തലകുനിച്ച് ആ ഉറ്റ സ്നേഹിതൻ ഇരിക്കുകയാണ്. പ്രതികാരത്തിൻ്റെ പെരുമ്പറകൾ ആ മനസ്സിൽ മുഴങ്ങുകയാണ്. ആ കനലുകൾ അഗ്നിയായി ആളിക്കത്താൻ ഇനി അധിക സമയമില്ല. ബ്രൂട്ടസും പരിവാരങ്ങളും പ്രസംഗവേദിക്കടുത്തെത്തിയപ്പോൾ വലിയൊരു ആരവമുയർന്നു. തെരുവീതികളിൽ നിന്നും ആൾക്കൂട്ടം ഒഴുകി വന്നു. എന്തോ ഗൗരവമേറിയ കാര്യം ചർച്ച ചെയ്യാൻ പോവുകയാണെന്ന് അവർക്കറിയാം. അതിനാൽ അവർ പുൾവിറ്റ് എന്ന പ്രസംഗപീഠത്തിന് ചുറ്റുമായി ഒത്തുചേർന്നു. അപാലവ്രതം ജനങ്ങളും ശ്രദ്ധിക്കുന്നത് ബ്രൂട്ടസിനെയാണ്. അവർക്ക് ആരാധ്യ പുരുഷൻ തന്നെയാണ് ബ്രൂട്ടസ്. നന്മയുടെയും ധീരതയുടെയും പ്രതീകമായ ബ്രൂട്ടസിനെ എന്നും അവർ ആരാധനയോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ആ വാക്കുകൾക്ക് എന്നും വലിയ വില കൽപ്പിച്ചിരുന്ന ജനതയായിരുന്നു അത്. നല്ലവനായ ബ്രൂട്ടസ് നീതിപൂർവകമായി മാത്രമേ പെരുമാറുകയുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിഷ്കളങ്കനും സത്യസന്ധനുമായ ബ്രൂട്ടസ്
ഒരു പറ്റം രാജ്യദ്രോഹികളുടെ കൈകളിലെ പാവയായി മാറിക്കഴിഞ്ഞിരുന്നുവെന്ന് അവർ അറിയാതെ പോയി. ബ്രൂട്ടസ് പ്രസംഗവേദിയിലേക്ക് കയറിയപ്പോൾ വീണ്ടും ആരവമുയർന്നു. ശാന്തഗംഭീരമായ മുഖഭാവത്തോടെ തീക്ഷ്ണമായ ഗ്രീക്ക് സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരൻ എന്തോ പറയുവാൻ ശ്രമിച്ചെങ്കിലും ആരവത്തിൽ ആ വാക്കുകൾ മുങ്ങിപ്പോയി. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബ്രൂട്ടസ് തുടർന്നു. റോമൻ ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ. എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചാലും. ജനക്കൂട്ടം ശാന്തരായി. ആരവം നിലച്ചു. അവർക്ക് ബ്രൂട്ടസിന് എന്താണ് പറയാനുള്ളതെന്നറിയണം. ജൂലിയസ് സീസർ വധിക്കപ്പെട്ടിരിക്കുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അവർ സ്തബ്ധരായി. എന്തുകൊണ്ടാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് എന്ന് വിവരിക്കാനാണ് ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത്. ജനക്കൂട്ടം പരസ്പരം നോക്കി. സീസർ വധിക്കപ്പെട്ടതിൻ്റെ കാരണം അവർക്കറിയണം. ഈ ഭീകരമായ ചെയ്തികളുടെ പിറകിലുള്ള ചേതോവികാരം എന്താണെന്ന് അവർക്കറിയണം. തങ്ങളുടെ ഭരണാധികാരിയെ ഉന്മൂലനം ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്തെന്നറിഞ്ഞാലേ അവർക്ക് സംതൃപ്തിയുണ്ടാകൂ. ബഹുമാന്യരായ റോമൻ പൗരന്മാരെ, എല്ലായിടത്തും പൂർണ്ണ നിശബ്ദതയാണ്. കണ്ണുകളെല്ലാം ബ്രൂട്ടസ് എന്ന സേനാനായകനിൽ പതിഞ്ഞിരിക്കുന്നു. എന്താണ് തങ്ങൾ കേൾക്കാൻ പോകുന്നതെന്നറിയാതെ അവർ ചെവി വട്ടം പിടിച്ചിരിക്കുന്നു. സീസർ വധിക്കപ്പെട്ടതിൻ്റെ ദുഃഖത്തേക്കാൾ ഉപരി അതിൻ്റെ കാരണമാണ് അവർ അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞു തീരും വരെ നിങ്ങൾ ക്ഷമയുള്ളവരായിരിക്കുക. തീർച്ചയായും റോമൻ ജനത അത് അപ്പാടെ അനുസരിക്കും. അവരുടെ നായകൻ വധിക്കപ്പെട്ടതിൻ്റെ കാരണം അതാണ് അവർക്കറിയേണ്ടത്. എൻ്റെ സത്യസന്ധതയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലോ? ബ്രൂട്ടസ് ആദ്യം ബുദ്ധിപൂർവമായൊരു ചോദ്യമറിഞ്ഞു. താൻ ആരാധനായൊരു സേനാനായകനാണെന്നും താൻ അധാർമികതയൊന്നും ചെയ്യുകയില്ല എന്നുള്ള ബോധ്യം ജനങ്ങളിൽ ഉളവാക്കിയെന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ അപ്രകാരം പറഞ്ഞത്. യുക്തിയും ബുദ്ധിയും ഒത്തിണങ്ങിയ ബ്രൂട്ടസിന് ജനങ്ങളെ കയ്യിലെടുക്കുവാൻ അധിക സമയം ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഉണരട്ടെ. നിങ്ങളുടെ ബോധമണ്ഡലം തുറക്കട്ടെ. നിങ്ങൾ തീർച്ചയായും നല്ല വിധികർത്താക്കളാണ്. ശരിയേത് തെറ്റേതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ബ്രൂട്ടസ് കരുതിയതുപോലെ തന്നെ ജനങ്ങൾ അയാളുടെ വാചാലതയിൽ മയങ്ങിക്കഴിഞ്ഞിരുന്നു. മഹാനായ ബ്രൂട്ടസിൻ്റെ മധുരം പുരട്ടിയ വാക്കുകളെ ചേർത്ത് നിൽക്കാൻ മാത്രം കെൽപ്പുള്ളവരായി അവരിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ബ്രൂട്ടസ് എന്ന ഞാൻ ജൂലിയസ് സീസറുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അറിയാം, അറിയാം, ജനക്കൂട്ടം ആർത്തു വിളിച്ചു. തുടർന്ന് തന്നേക്കാൾ ഉപരി താൻ സീസറിനെ സ്നേഹിച്ചിരുന്നുവെന്ന് ബ്രൂട്ടസ് പറഞ്ഞു. ഒരുപക്ഷെ മറ്റേതൊരു റോമൻ പൗരനേക്കാൾ കൂടുതലായി സീസറിനോട് സ്നേഹവും കടപ്പാടും വിധേയത്വമുള്ളവനുമായിരുന്നു താനെന്ന് ബ്രൂട്ടസ് വെളിപ്പെടുത്തി. ആർക്കും ബ്രൂട്ടസിൻ്റെ വെളിപ്പെടുത്തലിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ബ്രൂട്ടസിൻ്റെ ഇതുവരെയുള്ള ജീവിതം അത്തരത്തിലുള്ളതായിരുന്നു. സത്യസന്ധതയുടെയും ധീരതയുടെയും പ്രതീകമായിരുന്നു ആ ചെറുപ്പക്കാരനെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ബ്രൂട്ടസ് സീസറിന് എതിരായതെന്ന്. മനഃശാസ്ത്രപരമായ നീക്കത്തിലൂടെ ബ്രൂട്ടസ് മുന്നേറുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ബ്രൂട്ടസ് വാക്കുകളുടെ മാന്ത്രികത പുറത്തെടുക്കുകയാണ്. വാസ്തവത്തിൽ അവിടെയുണ്ടായിരുന്ന പുൽനാമ്പുകൾക്ക് പോലും അറിയേണ്ടിയിരുന്നത് അതായിരുന്നു. എന്തിനാണ് ബ്രൂട്ടസ് സീസറിനെ വധിച്ചത്? ഇതാണ് എൻ്റെ ഉത്തരം. ബ്രൂട്ടസ് ഒരു നിമിഷം നിർത്തി. ശാന്തമായി ജനക്കൂട്ടത്തെ നോക്കി. ജനങ്ങൾ ജാഗരൂകരായി. സീസറിനെ ഞാൻ വെറുത്തതുകൊണ്ടല്ല, റോമിനെ ഞാൻ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ടാണ് സീസർ വധിക്കപ്പെട്ടത്. ബ്രൂട്ടസിൻ്റെ വാക്കുകൾ അവിടെയാകെ പ്രതിധ്വനിച്ചു. റോമിനെ താൻ കൂടുതൽ സ്നേഹിച്ചുപോയി. ജനങ്ങൾക്കതറിയാം. റോമിനു വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവനാണ് ബ്രൂട്ടസ്. സീസറിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് ബ്രൂട്ടസ്. സീസറിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നത്. അതിന് വ്യക്തമായ കാരണമുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുവാൻ വലിയ യുക്തിയുടെ ആവശ്യമില്ല. സീസറുമായുള്ള ബ്രൂട്ടസിൻ്റെ ശക്തമായ ബന്ധം റോമിലെ മണൽത്തരികൾക്ക് പോലും സുപരിചിതമാണ്. പക്ഷേ എന്തിനിത് ബ്രൂട്ടസ് ചെയ്തുവെന്ന് ജനക്കൂട്ടത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല. അവരെല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ബ്രൂട്ടസ് വെളിപ്പെടുത്തിയത് സത്യം തന്നെയായിരുന്നു. സീസറിനെ സ്നേഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ഉയരങ്ങളിൽ നിന്നും തടയുവാൻ ബ്രൂട്ടസ് ആഗ്രഹിച്ചു.
സീസർ അധികാരത്തിലേറുന്തോറും വെറുമൊരു ഏകാധിപതിയായി അദ്ദേഹം അധപതിക്കുമെന്ന് ബ്രൂട്ടസ് ഭയപ്പെട്ടു. റോമൻ ജനതയിലേക്ക് അധികാരമെത്തണമെന്ന് ബ്രൂട്ടസ് തീവ്രമായി ആഗ്രഹിച്ചു. പക്ഷേ അതിനയാൾ തെരഞ്ഞെടുത്ത വഴി നീചമായിരുന്നു. സീസറിനെ വെറുക്കുവാൻ ബ്രൂട്ടസിന് വ്യക്തിപരമായ കാരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബ്രൂട്ടസിൻ്റെ കഠാരിയാണ് സീസറിനെ തളർത്തിയത്. സത്യത്തിൽ മാർക്കസ് ബ്രൂട്ടസ് ഗൂഢാലോചനക്കാരോടൊപ്പം ചേർന്നില്ലായിരുന്നെങ്കിൽ സീസറിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അവർ ധൈര്യപ്പെടുമായിരുന്നില്ല. ബ്രൂട്ടസ് ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സീസറിൻ്റെ പ്രേതം പ്രതികാരവാഞ്ചയോടെ ഗതി കിട്ടാതെ അലയുകയായിരുന്നിരിക്കണം. ബ്രൂട്ടസിലെ മൂല്യബോധം ഒരു തീവ്രവാദത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നിരിക്കണം. ബ്രൂട്ടസ് രംഗത്തില്ലായിരുന്നുവെങ്കിൽ ജൂലിയസ് സീസറിന് ഇത്രയും ഭീകരമായ ദുരന്തം നേരിടേണ്ടി വരികയില്ലായിരുന്നു. ബ്രൂട്ടസ് തൻ്റെ പ്രസംഗം തുടരുകയാണ്. ജൂലിയസ് സീസർ ജീവിച്ചിരുന്നാൽ നിങ്ങളെല്ലാവരും അടിമകളാകും. അയാൾ മരിച്ചാൽ നിങ്ങൾ സ്വതന്ത്രരാകുമായിരുന്നു. അതിനാൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കി. തർക്കശാസ്ത്രത്തിലെ ഏറ്റവും മികച്ച നിഗമന ശൈലി തന്നെ ബ്രൂട്ടസ് പുറത്തേക്കെടുത്തു. ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ചിന്താശകലം എറിഞ്ഞുകൊടുത്തു. വ്യക്തമായ കാര്യങ്ങളിലും കാരണങ്ങളിലും മുനിയ യുക്തിഭദ്രമായ ശൈലി അയാൾ പുറത്തെടുത്തു. ജനക്കൂട്ടം ചിന്തിക്കാൻ തുടങ്ങി. സീസർ തങ്ങളെ അടിമകളാക്കിയിരുന്നുവോ? ബ്രൂട്ടസിൻ്റെ മാന്ത്രിക ശൈലിയിൽ മതിമറന്നുന്ന പൊതുജനങ്ങൾ എന്ന കഴുതയ്ക്ക് അപ്രകാരം തോന്നിയില്ലെങ്കിലേ അതിശയമുള്ളൂ. സീസർ ആജ്ഞാപിച്ചു. തങ്ങളത് അക്ഷരം പ്രതി അനുസരിച്ചു. അതല്ലേ അടിമത്തം? അതല്ലേ ഏകാധിപത്യം? ബ്രൂട്ടസ് പറഞ്ഞത് 100% ശരിയാണെന്ന് അവർക്ക് തോന്നി. പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ അധികാരവും അനുസരണയും ആവശ്യമാണെന്ന തത്വം ജനക്കൂട്ടം മനസ്സിലാക്കിയില്ല. ബ്രൂട്ടസിൻ്റെ വാദഗതികൾ വേദവാക്യമായി അവർ കരുതി. സാവധാനം സീസറിനോടുള്ള വെറുപ്പ് അവരുടെ മനസ്സിൽ ഉയരുവാൻ തുടങ്ങി. തങ്ങളെ അടിമകളാക്കിയ ഏകാധിപതിയോട് അവർക്ക് പുച്ഛം തോന്നുവാൻ തുടങ്ങി. ഇന്നലെ വരെ അവർ ആരാധിച്ചിരുന്ന അവരുടെ കൺകണ്ട ദൈവത്തെ അവർ വെറുത്തു തുടങ്ങിയിരുന്നു. എല്ലാ അധികാരികളും നേരിടേണ്ടി വരുന്ന ഒരു ദുഃഖസത്യമാണിതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഒരു വാചാലതയുള്ള വ്യക്തിയുണ്ടെങ്കിൽ മനഃശാസ്ത്രപരമായി സമീപിക്കുകയാണെങ്കിൽ ഏത് ജനക്കൂട്ടത്തിൻ്റെയും മനസ്സ് മാറ്റാം. ധാരാളം രാജ്യങ്ങളും ഭരണാധികാരികളും ഈ ഭീകരസത്വത്തിനു മുമ്പിൽ ചേർത്ത് നിൽക്കാനാവാതെ മണ്ണടിഞ്ഞിട്ടുണ്ട്. ചിന്താരഹിതമായ ഒരു ബോധമാണ് പൊതുജനത്തിനുള്ളത്. അവരിലെ ബുദ്ധിമാന്റെ തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കുന്നു. അതാണ് പൊതുവികാരമെന്ന് വരുത്തി തീർക്കുന്നു. 1-2 പേർ ഇതിനെതിർത്താലും അവയെല്ലാം വെറും ജലരേഖകളായി പരിണമിക്കുന്നു. ബ്രൂട്ടസ് തുടർന്നു. ഒരാളെ വധിച്ചാൽ 1000 സ്വതന്ത്രമാക്കപ്പെടുമെങ്കിൽ അതല്ലേ നീതി? സീസർ ജീവിച്ചിരുന്നാൽ നിങ്ങളെല്ലാവരും അടിമകളായി തന്നെ മരിക്കും. സീസർ മരിച്ചാൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കും. ഏതായിരുന്നു നല്ലത്? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. പൊതുജനത്തിന് തീരുമാനിക്കാൻ ഒന്നും തന്നെയില്ലായിരുന്നു. എല്ലാം ബുദ്ധിമാനായ ബ്രൂട്ടസ് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിൻ്റെ ഇടവഴിയിലേക്ക് പാവം ബുദ്ധിശൂന്യരായ റോമൻ ജനത പാഞ്ഞെത്തിയെന്ന് മാത്രം. ബ്രൂട്ടസിൻ്റെ വാചാലതയ്ക്ക് മുമ്പിൽ അവരുടെ ചിന്താമണ്ഡലം കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്നു. മഹാനായ ബ്രൂട്ടസ് പറയുന്നതിനപ്പുറം ചിന്തിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. വീണ്ടും ബ്രൂട്ടസിൻ്റെ ഘനഗംഭീരമായ ശബ്ദമുയർന്നു. ജൂലിയസ് സീസർ, തീർച്ചയായും അദ്ദേഹം ബ്രൂട്ടസ് എന്ന എന്നെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിൻ്റെ പേരിലിതാ ഞാൻ തേങ്ങുന്നു. ആ ഉറ്റ സുഹൃത്തിൻ്റെ മരണത്തിൽ ഞാനിതാ കണ്ണീർ പൂക്കൾ അർപ്പിക്കുന്നു. ബ്രൂട്ടസിൻ്റെ കണ്ണുകളിൽ നിന്നും 2-3 കണ്ണീർ തുള്ളികൾ പതിച്ചു. ജനക്കൂട്ടം സ്തബ്ധരായി. തങ്ങളുടെ വീരനായകനായ ബ്രൂട്ടസ് കരയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. അയാൾ ചെയ്തത് പൂർണ്ണമായും ശരിയാണെന്ന് വിളിച്ചു കൂവണമെന്ന് അവർക്ക് തോന്നിയിരിക്കാം. വിഡ്ഢികളായ റോമൻ ജനതയെ തൻ്റെ നാവിൻ്റെ അപാരശക്തിയിൽ ബന്ധിതരാക്കുന്നതിൽ ഗൂഢമായൊരു ആഹ്ലാദം ബ്രൂട്ടസിലും നിറഞ്ഞിരിക്കാം. സീസർ ധീരനായിരുന്നു. ആ ധീരതയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അവിടെയും ബ്രൂട്ടസ് ഒരു മുഴം മുമ്പേ എറിഞ്ഞു. സീസറിൻ്റെ ധീരതയെക്കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ല. അപ്പോൾ ആ ധീരത അംഗീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. എന്നാൽ മേൽപ്പറഞ്ഞതൊന്നും സീസറിനെ വധിക്കുന്നതിന് മതിയായ കാരണങ്ങളല്ല. ജനങ്ങൾ അക്ഷമരായി. എന്തിനാണ് ഞാൻ ജൂലിയസ് സീസറിനെ വധിച്ചത്?
അദ്ദേഹം അധികാര കൊതിയനായിരുന്നു. നമ്മുടെ യജമാനായി തുടരുവാൻ, നമ്മെ അടിച്ചമർത്തി ഭരിക്കുവാൻ വേണ്ടതെല്ലാം സീസർ ചെയ്തിരുന്നു. ജനക്കൂട്ടത്തിന് ഇത്രയും മതിയായിരുന്നു. ശരിയായ കാരണം കൊണ്ട് തന്നെയാണ് ജൂലിയസ് സീസർ വധിക്കപ്പെട്ടിരിക്കുന്നത്. അടിമത്തത്തിൻ്റെ കനത്ത ചങ്ങലകൾ അടർത്തി മാറ്റിയ മഹാനാണ് ബ്രൂട്ടസ്. ആ മഹാൻ തീർച്ചയായും അഭിനന്ദനമർഹിക്കുന്നു. അധികാര സ്ഥാനങ്ങളോടുള്ള സീസറിൻ്റെ ആർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചത്. ബ്രൂട്ടസ് പറഞ്ഞു നിർത്തി. ജനക്കൂട്ടം ആർപ്പ് വിളിച്ചുകൊണ്ട് ബ്രൂട്ടസിന് നന്ദി പറഞ്ഞു. ജൂലിയസ് സീസർ എന്ന ഏകാധിപതിയിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചവനാണ് ബ്രൂട്ടസ്. ആ രക്ഷകന് അവർ പ്രശംസ കോരിച്ചൊരിഞ്ഞു. ബ്രൂട്ടസ് ആവേശഭരിതനായി. തനിക്ക് ലഭിക്കുന്ന പ്രശംസകൾ അയാളെ മത്തുപിടിപ്പിച്ചു. പ്രസംഗവേദിയിൽ നിന്ന് വീണ്ടും അയാൾ വിളിച്ചുകൂവി, നിങ്ങളിലാരാണ് ഒരടിമയായിരിക്കാൻ ഇഷ്ടപ്പെടുക? ജനക്കൂട്ടം വീണ്ടും പരസ്പരം നോക്കി. ശരിയാണ്, തങ്ങളിലാരും അടിമകളായിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ ഓരോ റോമൻ പൗരനും കുതിക്കുന്നു. സ്വതന്ത്രമായി ശ്വസിക്കുവാൻ, തങ്ങളെ തന്നെ നയിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു. ആർക്കെങ്കിലും ജീവിതകാലം മുഴുവൻ അടിമകളായി കഴിഞ്ഞാൽ മതിയെങ്കിൽ ഞാൻ അവരോട് തെറ്റ് ചെയ്തിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സീസറിൻ്റെ വധം പൊറുക്കാനാവാത്ത അപരാധമാണ്. അങ്ങനെ ആരുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ജനക്കൂട്ടം ഒന്നാകെ വിളിച്ചുകൂവി. ബ്രൂട്ടസിന് തന്നെക്കുറിച്ച് തന്നെ ഏറ്റവും മതിപ്പ് തോന്നിയ സന്ദർഭമായിരുന്നു അത്. അവിടെ തടിച്ചുകൂടിയ പൊതുജനത്തിൻ്റെ വികാരത്തെ വളരെ സമർത്ഥമായി ബ്രൂട്ടസ് മുതലെടുക്കുകയാണ്. അയാളുടെ ഓരോ വാക്കിലും കേൾവിക്കാരനെ വശീകരിക്കാനുള്ള മാസ്മരശക്തി ഒളിഞ്ഞിരുന്നു. നിങ്ങളിൽ ആർക്കാണ് റോമൻ പൗരൻ എന്ന മഹനീയ പദവി വേണ്ടാത്തത്? സീസർ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ വെറും അടിമകൾ മാത്രമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അന്തസ്സുള്ള റോമൻ പൗരന്മാരാണ്. ജനാധിപത്യം വിജയിക്കട്ടെ, ജനാധിപത്യം വിജയിക്കട്ടെ! ജനക്കൂട്ടം ഏറ്റുപാടി. സ്വന്തം രാജ്യത്തെ സ്നേഹിച്ചവരെല്ലാം സീസറിൻ്റെ മരണം കൊതിച്ചിരുന്നുവെന്ന് ബ്രൂട്ടസ് സ്ഥാപിച്ചെടുത്തു. സീസറുടെ മരണത്തിൽ വിലപിക്കുന്നവർ നീചന്മാരും രാജ്യദ്രോഹികളുമാണെന്ന് പരോക്ഷമായി ബ്രൂട്ടസ് പ്രസ്താവിച്ചു. ജനക്കൂട്ടത്തിൻ്റെ മനസ്സ് മുഴുവൻ തന്നോടൊപ്പമാക്കുന്നതിൽ ബ്രൂട്ടസ് വളരെയധികം വിജയിച്ചു. ഞങ്ങൾക്ക് ജനാധിപത്യം വേണം. അടിമകളായി തുടരാൻ ഞങ്ങളില്ല. ജൂലിയസ് സീസർ വധിക്കപ്പെടേണ്ടവൻ ആയിരുന്നുവെന്ന ധ്വനി ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. സീസറിനെ വധിച്ച ബ്രൂട്ടസിനോടുള്ള ആരാധന അവരിൽ വർദ്ധിച്ചു. തങ്ങളുടെ രക്ഷകനായ ബ്രൂട്ടസിൻ്റെ ഓരോ വാക്കുകളും അവരിൽ ആവേശമുണർത്തി. അപ്പോൾ ആരോടും ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് നന്മയാണ്. സീസറിൻ്റെ മരണം റോമിൻ്റെ അനുഗ്രഹമാണെന്ന് വരുത്തി തീർക്കാൻ ബ്രൂട്ടസിൻ്റെ കുശാഗ്ര ബുദ്ധിക്ക് കഴിഞ്ഞു. ജനക്കൂട്ടം മുഴുവൻ തങ്ങളോടൊപ്പം എത്തിക്കുന്നതിൽ ഗൂഢാലോചനക്കാർ മുഴുവൻ ആഹ്ലാദഭരിതരായി. എന്നാൽ അപ്പോഴും ബ്രൂട്ടസിൻ്റെ ആവേശം കെട്ടടങ്ങിക്കഴിഞ്ഞിരുന്നില്ല. സീസറിനെ വധിച്ച കഠാര അയാൾ പുറത്തേക്കെടുത്തു. എന്നിട്ട് അത് ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ബ്രൂട്ടസ് ഇതാ പ്രഖ്യാപിക്കുന്നു. സീസറിൻ്റെ അവസ്ഥയിൽ ബ്രൂട്ടസ് എത്തുകയാണെങ്കിൽ ആ നിമിഷം നിങ്ങൾക്ക് എന്നെയും വധിക്കാവുന്നതാണ്. ജനക്കൂട്ടം വികാരഭരിതരായി. സീസറിൻ്റെ അവസ്ഥയിൽ മഹാനായ ബ്രൂട്ടസ് എത്തുന്ന കാര്യം അവർക്ക് ചിന്തിക്കുവാൻ കൂടി കഴിഞ്ഞില്ല. ബ്രൂട്ടസ് ഒരിക്കലും ഒരു ഏകാധിപതിയാകില്ല എന്ന് അവർക്കറിയാം. വിവേകവും വിജ്ഞാനവുമുള്ള ഒരു ധീരനായ ചെറുപ്പക്കാരനാണ് അയാൾ. അങ്ങനെയുള്ള ബ്രൂട്ടസിന് എങ്ങനെ തിന്മ ചെയ്യുവാൻ കഴിയും? ജനക്കൂട്ടത്തെ തന്നോടൊപ്പമാക്കുവാൻ ഇത്രയുമൊക്കെ പറഞ്ഞുവെങ്കിലും ബ്രൂട്ടസിലെ നീതിമാന് കുറ്റബോധം തോന്നിത്തുടങ്ങി. സ്വന്തം മകനെപ്പോലെയാണ് സീസർ തന്നെ സ്നേഹിച്ചത്. ആ മനുഷ്യനോട് താൻ ചെയ്തിരിക്കുന്നത് വലിയൊരു അപരാധം തന്നെയാണ്. അതിനാൽ തന്നെ തൻ്റെ തിന്മയെ ലഘൂകരിക്കാൻ മറ്റെന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ബ്രൂട്ടസ് ഇപ്രകാരം പറഞ്ഞു. ജൂലിയസ് സീസർ വധിക്കപ്പെടാനിടയായ സാഹചര്യം ക്യാപിറ്റോളിൽ വിശദമായി അവതരിപ്പിക്കും. കൂടാതെ ശിലാഫലകങ്ങളിൽ അവ കൊത്തിവെക്കും. പക്ഷേ സീസറിൻ്റെ മഹത്വം ഒരിക്കലും അവസാനിക്കില്ല. സീസർ ചെയ്ത തെറ്റുകൾക്ക് സ്വന്തം മരണം കൊണ്ട് അദ്ദേഹം പരിഹാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം മഹാനാണ്, കളങ്കമില്ലാത്ത മഹാൻ. ബ്രൂട്ടസിൻ്റെ വാദഗതികൾ ജനക്കൂട്ടത്തിന് നന്നേ ബോധിച്ചു. ജൂലിയസ് സീസറിനോട് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയഭക്തി ബഹുമാനങ്ങൾ ഇതാ നിരാകരിക്കപ്പെടുന്നില്ല. സീസറിൻ്റെ മരണം വെറുമൊരു പ്രായശ്ചിത്തമായിരിക്കുന്നു. ഇപ്പോഴിതാ
ഈ തിന്മകളിൽ നിന്നും അദ്ദേഹം മുക്തനായിരിക്കുന്നു. ഇനി ജനഹൃദയങ്ങളിൽ അദ്ദേഹം എന്നെന്നും ജീവിക്കും. ബ്രൂട്ടസിന് തൻ്റെ വാചാലതയിൽ അങ്ങേയറ്റം മതിപ്പ് തോന്നി. വളരെ പ്രാഗൽഭ്യത്തോടെ ഇതാ റോമൻ ജനതയെ തൻ്റെ വശത്താക്കിയിരിക്കുന്നു. ഇവരിലൂടെ വാർത്ത മറ്റുള്ളവരിലേക്ക് തീ പോലെ പടരും. അവരെല്ലാം മഹാനായ ബ്രൂട്ടസിൻ്റെ ആത്മാർത്ഥതയെ വാഴ്ത്തിപ്പാടും. റോമിനെ നാശത്തിൽ നിന്നും രക്ഷിച്ച ദൂതനായി ബ്രൂട്ടസ് പരിഗണിക്കപ്പെടും. മാർക്കസ് ബ്രൂട്ടസ് എന്ന നാമം സീസറിനോടൊപ്പമോ അതിൽ കൂടുതലോ പ്രകീർത്തിക്കപ്പെടും. ബ്രൂട്ടസിലെ യോദ്ധാവും രാജ്യസ്നേഹിയും അങ്ങനെ അടിയുറച്ച ജനസമ്മതനായി മാറും. ഇപ്രകാരം ആത്മസംതൃപ്തിയിൽ സ്വയം ലയിച്ചു നിൽക്കുമ്പോഴാണ് മാർക്ക് ആൻ്റണി അവിടേക്ക് കടന്നു വന്നത്. മാർക്ക് ആൻ്റണിയെ കണ്ട മാത്രയിൽ ബ്രൂട്ടസ് തൻ്റെ സ്വപ്നങ്ങൾക്ക് വിരാമമിട്ടു. യാഥാർത്ഥ്യബോധത്തിൻ്റെ അനിവാര്യതയിലേക്ക് അയാൾ മടങ്ങി വന്നു. മാർക്ക് ആൻ്റണിയുമായുള്ള കരാർ ഒരു നിമിഷം ബ്രൂട്ടസ് ഓർത്തു. ആൻ്റണിയുടെ പ്രസംഗത്തിൻ്റെ നിരർത്ഥകതയോർത്ത് ബ്രൂട്ടസ് ഉള്ളിൽ ചിരിച്ചു. റോമൻ ജനത ഒന്നടങ്കം ബ്രൂട്ടസിനോടൊപ്പമാണ്. ഇനി ആൻ്റണി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ജനക്കൂട്ടം അത് പുച്ഛിച്ചു തള്ളും. ബ്രൂട്ടസിനെ പോലെ വാചാലതയുള്ളവനല്ല ആൻ്റണി. അതിനാൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അയാളുടെ പ്രസംഗത്തിന് കഴിയില്ല. ഇനി എന്തിന് ബുദ്ധിമുട്ടുന്നു എന്ന മട്ടിൽ പുച്ഛത്തോടെ ബ്രൂട്ടസ് ആൻ്റണിയെ നോക്കി. തൻ്റെ കാരുണ്യത്തിൽ തന്നെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിക്കാനെത്തിയിരിക്കുന്ന ആൻ്റണിയെ പ്രസംഗിക്കാൻ അനുവദിച്ചത് തന്നെ ഒരു തമാശയായാണ് ബ്രൂട്ടസിനപ്പോൾ തോന്നിയത്. ബ്രൂട്ടസിൻ്റെ സംസാരം കഴിഞ്ഞതും ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. ബ്രൂട്ടസിൻ്റെ വാക്കുകളിൽ അവർ പൂർണ്ണ സംതൃപ്തരാണ്. ഇനി കൂടുതൽ വിശദീകരണം അവർക്ക് ആവശ്യമില്ല. ജനക്കൂട്ടത്തിൻ്റെ മനോഭാവം ദർശിച്ച ആൻ്റണിയിൽ നിരാശയുണർന്നു. തൻ്റെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമുള്ളവരായി ആരും തന്നെയില്ല. എല്ലാവർക്കും ബ്രൂട്ടസിനെ മതി. ആ പ്രസംഗത്തിൻ്റെ മാസ്മരികതയിൽ മയങ്ങിയാൽ എന്ന വണ്ണം അവർ പിരിഞ്ഞു പോവുകയാണ്. ആൻ്റണിയുടെ മനസ്സ് വായിക്കാൻ ബ്രൂട്ടസിന് കഴിഞ്ഞു. അയാളിലെ നീതിബോധമുണർന്നു. എത്രയൊക്കെ ശത്രുതയുള്ളവനാണെങ്കിലും താൻ വാക്കുകൊടുത്തതാണ്. തൻ്റെ പ്രസംഗത്തിന് ശേഷം ആൻ്റണിക്ക് അവസരം ലഭിക്കേണ്ടത് തന്നെയാണ്. അതുമാത്രമല്ല, ജൂലിയസ് സീസർ ശവസംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി ചരമപ്രസംഗം അർഹിക്കുന്നവനുമാണ്. ആൻ്റണിയെ താൻ ഭയപ്പെടേണ്ടതില്ല. തൻ്റെ പ്രസംഗത്തിൽ ബ്രൂട്ടസിനോ ഗൂഢാലോചനക്കാർക്കോ എതിരായി ഒന്നും പറയാൻ ആൻ്റണിക്ക് അവകാശമില്ല. കൂടാതെ പ്രസംഗത്തിലുടനീളം കരാറനുസരിച്ച് ആൻ്റണി തങ്ങളെ പുകഴ്ത്തുകയും വേണം. പിരിഞ്ഞു പോകുന്ന ജനക്കൂട്ടത്തിനോട് ബ്രൂട്ടസ് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: ദയവായി ആരും പിരിഞ്ഞു പോകരുത്. ഇതാ മാർക്ക് ആൻ്റണി ജൂലിയസ് സീസറിൻ്റെ മൃതദേഹവുമായി പ്രസംഗവേദിയിലേക്ക് എത്തുന്നു. കണ്ണീർ പൊഴിച്ചുകൊണ്ട് തൻ്റെ യജമാൻ്റെ ദേഹം ഇരു കൈകളിലും ഏന്തിക്കൊണ്ട് മാർക്ക് ആൻ്റണി കടന്നു വരികയാണ്. തന്നെ സഹായിക്കാൻ പോലും ആരുമില്ലാത്തതിൽ ആൻ്റണിക്ക് അത്ഭുതവും അമർഷവും തോന്നി. എത്ര നന്ദിയില്ലാത്തവരാണ് റോമൻ പൗരന്മാരെന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഒരു സാധാരണ മനുഷ്യന് നൽകേണ്ട പരിഗണന പോലും അവർ മഹാനായ സീസറിന് നൽകുന്നില്ല. ബ്രൂട്ടസ് ആൻ്റണിയെ നോക്കി ജനക്കൂട്ടത്തിനോടായി ഇപ്രകാരം പറഞ്ഞു: മാർക്ക് ആൻ്റണിക്ക് സീസറുടെ മരണത്തിൽ പങ്കില്ല. എന്നാൽ സീസറിൻ്റെ മരണത്തിൻ്റെ ഗുണം തീർച്ചയായും ആൻ്റണിക്ക് ലഭിക്കും. ബ്രൂട്ടസിൻ്റെ ഈ വാക്കുകൾ കേട്ട മാർക്ക് ആൻ്റണിക്ക് പുച്ഛമാണ് തോന്നിയത്. താൻ ദൈവത്തെ പോലെ ആരാധിച്ച മനുഷ്യൻ്റെ മരണത്തിൽ താൻ നേട്ടം കൊയ്യുമെന്ന് പ്രഖ്യാപിച്ച നാവിനെ അയാൾ മനസ്സാ ശപിച്ചു. തൻ്റെ ലക്ഷ്യം പ്രതികാരം ചെയ്യുകയെന്താണ്. അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ താൻ ആത്മസംയമനം പാലിച്ചേ മതിയാകൂ. മാർക്ക് ആൻ്റണി സ്വയം നിയന്ത്രിച്ചു. ആൻ്റണിയുടെ ദുഃഖവും ബ്രൂട്ടസിൽ ആവേശമുയർത്തി. അയാൾ ജനക്കൂട്ടത്തെ നോക്കി വികാര പാരവശ്യത്തോടെ അലറി: നാം സ്ഥാപിക്കാൻ പോകുന്ന ജനാധിപത്യ രാജ്യത്തിൽ ആൻ്റണിക്ക് മതിയായ ഒരു സ്ഥാനം നൽകും. ആൻ്റണിക്ക് മാത്രമോ, നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഭരണത്തിൽ ഒരു പദവി ഉണ്ടാകും. ജനക്കൂട്ടം ആർത്തിരമ്പി. തങ്ങളുടെ അടിമത്തം അവസാനിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, ഇതാ ഭരണപങ്കാളിത്തം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ബ്രൂട്ടസിൻ്റെ ദീർഘവീക്ഷണമാണ്. എന്തായാലും ബ്രൂട്ടസ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാനുള്ള ഭാവമൊന്നുമില്ല. അപ്പോൾ തുടരുകയാണ്: ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെയാണ് വധിച്ചത്. എന്തിനു വേണ്ടി? ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി. ഓർക്കൂ, എൻ്റെ പ്രിയ ചങ്ങാതിയെ വധിച്ച ഈ കടാര ഞാൻ എപ്പോഴും കൂടെ കരുതുന്നതാണ്.
എൻ്റെ രക്തം കൊണ്ട് രാജ്യം രക്ഷപ്പെടേണ്ട അവസരം എന്നെങ്കിലും ഉണ്ടായാൽ ഈ കഠാരയിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. കഠാര ഉയർത്തിപ്പിടിച്ച് വികാരവിവശനായി നിൽക്കുന്ന ബ്രൂട്ടസിനെ കണ്ട് ജനക്കൂട്ടം ആർത്തു വിളിച്ചു, ബ്രൂട്ടസ്, അങ്ങ് ജീവിക്കണം. റോമിൻ്റെ നന്മയ്ക്കായി അങ്ങ് ജീവിക്കണം. നമുക്ക് ബ്രൂട്ടസിനെ ഭവനത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോകാം. പൂർവികരോടൊപ്പം നമുക്ക് ബ്രൂട്ടസിനും ഒരു പ്രതിമ പണിയാം. അടുത്ത സീസറായി ബ്രൂട്ടസ് അവരോധിക്കട്ടെ. ഈ ആർപ്പുവിളികൾ കേട്ട് ബ്രൂട്ടസ് മതിമറന്നു. അയാളുടെ സിരകളിലൂടെ അഭിമാനത്തിൻ്റെ ശീലുകൾ പാഞ്ഞു. തനിക്ക് വേണ്ടി ആർത്തട്ടഹസിക്കുന്ന ജനക്കൂട്ടം ഒരു വശത്ത്, താൻ അരിഞ്ഞു തള്ളിയ അവരുടെ ഭരണാധികാരി മറുവശത്ത്. എന്നിട്ടും ജനക്കൂട്ടം തന്നെ ആരാധിക്കുന്നു, തനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്നു, തനിക്കായി പ്രതിമകൾ നിർമ്മിക്കുവാൻ പോകുന്നു. ഇതിൽ പരം ആനന്ദം വേറെ എന്തുണ്ട്? ഇതിനേക്കാൾ നേട്ടം ഏത് യോദ്ധാവിന് ലഭിക്കും? എന്നാൽ മാർക്ക് ആൻ്റണിയുടെ മനസ്സ് ഓരോ നിമിഷവും കലുഷമായിരുന്നു. തന്നെ ശ്രവിക്കാൻ പോലും മനസ്സില്ലാത്ത ഈ ജനതയോടാണ് തനിക്ക് പ്രസംഗിക്കേണ്ടത്. തൻ്റെ എതിരാളിക്ക് വേണ്ടി ഭ്രാന്തമായി അലറുന്ന ഈ ജനത്തോടാണ് തനിക്ക് വാദിക്കേണ്ടത്. ബ്രൂട്ടസിൻ്റെ പ്രസംഗം ആൻ്റണിയുടെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചിരുന്നു എന്നതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ആകെ കുഴങ്ങി. ആൻ്റണിയുടെ മനസ്സ് വീണ്ടും ശാന്തത വീണ്ടെടുത്തു. താനല്ല ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സീസറിൻ്റെ ദേഹത്തെ ഓരോ മുറിവുകളും തന്നോട് സംസാരിക്കാനായി കേഴുകയാണ്. അവയിലൂടെ താൻ മികച്ച വാഗ്മിയാകും. ആ മുറിവായകൾ തന്നിലൂടെ സംസാരിക്കും. താൻ അതിനൊരു നിമിത്തമാകുന്നു എന്ന് മാത്രം. പിരിഞ്ഞു പോകുന്ന ജനക്കൂട്ടത്തോടായി ബ്രൂട്ടസ് ഇപ്രകാരം പറഞ്ഞു, നല്ലവരായ റോമൻ പൗരന്മാരെ, നിങ്ങൾ എൻ്റെ അഭ്യർത്ഥന മാനിക്കണം. എന്നെ കരുതി നിങ്ങൾ മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം കേൾക്കണം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ബ്രൂട്ടസിനെ കരുതി ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ജനക്കൂട്ടത്തിന് പക്ഷേ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എങ്കിലും ബ്രൂട്ടസ് അവരുടെ രക്ഷകൻ്റെ ആദ്യത്തെ ആവശ്യമാണ്. അത് തങ്ങൾ സാധിച്ചു കൊടുത്തേ മതിയാകൂ. അങ്ങനെയാണ് തങ്ങൾ ബ്രൂട്ടസിനോടുള്ള നന്ദി കാണിക്കേണ്ടത്. മനസ്സില്ലാ മനസ്സോടെ ജനക്കൂട്ടം ബ്രൂട്ടസിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് അവിടെ നിന്നു. മാർക്ക് ആൻ്റണിയുടെ മനസ്സിൽ അസ്വസ്ഥതയുടെ പുകപടലങ്ങൾ ഉയർന്നു. നന്ദികെട്ട വർഗമായി റോമൻ ജനത അധപതിച്ചുവെന്ന് ആൻ്റണി കരുതി. ഇന്നലെ വരെ സ്വന്തം മക്കളെപ്പോലെ കരുതി സംരക്ഷിച്ചു വന്ന അവരുടെ ഭരണാധികാരിയുടെ ജഡം അവർക്കു മുമ്പിൽ കിടക്കുന്നു. അതും നിഷ്ഠൂരമായി, വഞ്ചനാപരമായി വധിക്കപ്പെട്ട രീതിയിൽ. എന്നിട്ടും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാനായി ആരും തന്നെയില്ല. സഹതപിക്കുവാനായി ആരുമില്ല. എന്തിന്? അദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല വാക്ക് കേൾക്കുവാൻ പോലും ആർക്കും മനസ്സില്ല. എല്ലാവർക്കും വഞ്ചകനായ ബ്രൂട്ടസ് പറയുന്നതാണ് വേദവാക്യം. അവർ ബ്രൂട്ടസിന് ജയ് വിളിക്കുന്നു. ഇതാണ് നന്ദിയില്ലായ്മയുടെ ഏറ്റവും മ്ലേച്ഛമായ മുഖം. ആൻ്റണിയുടെ മനസ്സ് ഒരു കടൽ പോലെ ഇരമ്പുകയാണ്. ബ്രൂട്ടസ് തുടർന്നു, സീസറിൻ്റെ മൃതശരീരത്തിന് നിങ്ങൾ ഉപചാരമർപ്പിക്കണം. ആൻ്റണിയുടെ പ്രസംഗത്തിലെ സീസറിനെ മഹത്വീകരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മാർക്ക് ആൻ്റണി സംസാരിക്കുന്നത് എൻ്റെ അനുമതിയോടെയാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരാൾ പോലും പിരിഞ്ഞു പോകരുത്. ഇപ്രകാരം പറയുമ്പോൾ ബ്രൂട്ടസിൽ നിഗൂഢമായ ഒരു ആനന്ദം നിറയുന്നുണ്ടായിരുന്നു. തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നൊരു ജനത, തൻ്റെ അനുവാദത്തോടെ മാത്രം സംസാരിക്കാൻ ഒരുങ്ങുന്ന മാർക്ക് ആൻ്റണി എന്ന പ്രഭു, വാചാലതയില്ലാത്ത, ശരിയായി സംസാരിക്കാൻ അറിയാത്ത ആൻ്റണി, കേൾക്കുവാൻ പോലും തയ്യാറാകാത്ത ജനങ്ങൾ. ആൻ്റണിയുടെ പ്രസംഗത്തിൻ്റെ നിരർത്ഥകതയോർത്ത് ചിന്തിക്കും തോറും ബ്രൂട്ടസിൻ്റെ മനസ്സിൽ ഉന്മേഷം നിറയാൻ തുടങ്ങി. തൻ്റെ ശക്തിയിൽ അയാൾ മതിമറന്നു. എന്നാൽ താൻ ചെയ്യുന്നത് ഒരു പമ്പര വിഡ്ഢിത്തമാണെന്ന് പാവം ബ്രൂട്ടസ് അപ്പോൾ കരുതിയില്ല. റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെട്ട ആ തീരുമാനം ബ്രൂട്ടസിൻ്റെ അതിര് കവിഞ്ഞ ആത്മവിശ്വാസത്തിൽ നിന്നും ഉടലെടുത്തതായിരുന്നു. ആരുടെ കഴിവിനെയും തരം താഴ്ത്തി കാണരുത് എന്ന മനഃശാസ്ത്ര തത്വം ഉൾക്കൊള്ളാനാവാതെ പോയത് ബ്രൂട്ടസിൻ്റെ പരാജയത്തിൻ്റെ നാന്ദി കുറിക്കലായിരുന്നു. ഞാൻ പോകട്ടെ, ഇനി ആൻ്റണി സംസാരിച്ചാലും. പ്രസംഗവേദിയിൽ നിന്ന് വിട പറഞ്ഞ ബ്രൂട്ടസ് പ്രദർശിപ്പിച്ച ആത്മവിശ്വാസം അദ്ദേഹത്തിന് തന്നെ വിനയായി. ഒരുപക്ഷെ ആൻ്റണിയുടെ പ്രസംഗം ശ്രവിക്കുവാൻ അയാൾ അവിടെ നിന്നിരുന്നെങ്കിൽ
കാലം കാത്തുവച്ച പ്രതികാരാഗ്നി ഫലം ചെയ്യാതെ കെട്ടടങ്ങുമായിരുന്നു. വഞ്ചനയുടെ ആൾരൂപങ്ങൾ റോമാ സാമ്രാജ്യങ്ങൾ ഭരിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നീതി എന്ന പ്രപഞ്ചത്തിൻ്റെ അലിഖിത നിയമം ഇവിടെയും നടപ്പായി. ആന്റണി സീസറുടെ മൃതദേഹത്തിന് സമീപത്തായി നിലകൊണ്ടു. വിങ്ങുന്ന ഹൃദയത്തോടെ, നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം ആൾക്കൂട്ടത്തെ നോക്കി. ആന്റണിയുടെ അവസ്ഥ കണ്ട ജനക്കൂട്ടത്തിൻ്റെ മനസ്സിൽ ഒരൽപ്പം കരുണ കടന്നുവന്നു. ശബ്ദിക്കാതിരിക്കൂ. എന്താണ് മാർക്ക് ആന്റണിക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. തീർച്ചയായും ആന്റണി ദയാലുവും മഹാനുമാണ്. നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം. ആന്റണിയുടെ പരിതാപകരമായ അവസ്ഥ അദ്ദേഹത്തിന് അനുകൂലമായ ചെറിയൊരു സഹതാപ തരംഗം നേടിക്കൊടുത്തു. ജനക്കൂട്ടത്തെ ആകമാനം നോക്കിയിട്ട് കണ്ണീരൊപ്പി ആന്റണി സാവകാശം ആരംഭിച്ചു. സുഹൃത്തുക്കളെ, റോമാക്കാരെ, നാട്ടുകാരെ, ദയവായി ശ്രദ്ധിച്ചാലും. ജനക്കൂട്ടത്തിനിടയിൽ ആ വാക്കുകൾ ചെറിയ തരംഗങ്ങൾ സൃഷ്ടിച്ചു. ആദ്യമായാണ് അപ്രകാരമൊരു അഭിസംബോധന അവർ കേൾക്കുന്നത്. ആന്റണി തങ്ങളെ സുഹൃത്തുക്കളായി കരുതുന്നതിൽ അവർക്ക് അഭിമാനം തോന്നി. ആന്റണിയും തങ്ങളുടെ ഭാഗത്ത് തന്നെയാണെന്ന് തോന്നിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഈ അഭിസംബോധന കൊണ്ട് സാധിച്ചു. ആന്റണി സാവധാനം തൻ്റെ പ്രസംഗം ആരംഭിച്ചു. ഞാൻ വന്നിരിക്കുന്നത് സീസറിനെ സംസ്കരിക്കാനാണ്, അല്ലാതെ അദ്ദേഹത്തെ പുകഴ്ത്തുവാനല്ല. വളരെ ശാന്തമായി തുടക്കം. ഇതുവരെയും പിന്തുടർന്നിരുന്ന പ്രസംഗ ശൈലിയിൽ നിന്നും വേറിട്ടൊരു രീതി. ആ രീതി ജനങ്ങളെ വളരെ കാര്യമായി തന്നെ സ്പർശിച്ചു. ആക്രോശങ്ങളില്ല, വീരവാദങ്ങളില്ല. വാക്കുകളിലുടനീളം നിറയുന്നത് ഗദ്ഗത മാത്രം. കണ്ണുനീരിൻ്റെ ഉപ്പ് കലർന്ന ആ വാക്കുകൾക്ക് ഇരുതല വാളിൻ്റെ മൂർച്ചയുണ്ടെന്ന് ജനക്കൂട്ടം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. സീസറിനെ സംസ്കരിക്കാനാണ് ആന്റണി എത്തിയതെന്ന മൊഴിയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. സീസറിന് യോജിച്ചൊരു സംസ്കാരം നൽകുക എന്നത് തന്നെയാണ് ആന്റണിയുടെ ലക്ഷ്യം. ആ മരണത്തിന് പ്രതികാരം ചെയ്യുക എന്താണ് സീസറിന് നൽകാവുന്ന ഏറ്റവും ഉദാത്തമായ സംസ്കാര ചടങ്ങ്. ആ ലക്ഷ്യത്തോടെയാണ് ആന്റണി എത്തിയിരിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്നും അയാളെ വ്യതിചലിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആന്റണി തുടർന്നു. മനുഷ്യർ ചെയ്യുന്ന തിന്മ അവരുടെ മരണശേഷവും എല്ലാവരും ഓർമ്മിക്കുന്നു. എന്നാൽ നന്മകളാകട്ടെ അവരോടൊപ്പം മണ്ണടിയുന്നു. ആന്റണിയുടെ വാക്കുകൾ ജനക്കൂട്ടത്തെ സ്പർശിച്ചു. നന്മകൾ ആരും ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നന്ദിരഹിതമായി തങ്ങളുടെ ഹൃദയത്തിലേക്ക് മാർക്ക് ആന്റണിയുടെ വാക്കുകൾ കൂരമ്പുകളായി തറയ്ക്കുന്നതുപോലെ അവർക്ക് തോന്നി തുടങ്ങി. സൗമ്യമായ ദുഃഖാർത്ഥമായ ആ വാക്കുകൾക്ക് കാരിരുമ്പിൻ്റെ കരുത്തുണ്ട്. സത്യമാണ് ആന്റണി തൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ വാചകത്തിൽ വെളിപ്പെടുത്തിയതെന്ന് അവർക്ക് ബോധ്യമായി. സീസറിൻ്റെ കാര്യത്തിലും അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു. ആന്റണിയുടെ വാക്കുകളിൽ അല്പം കാർക്കശ്യം കടന്നുവന്നു. ആ ശൈലിയുടെ മൂർച്ച അല്പം കൂടി. ജനക്കൂട്ടത്തിന് കുറ്റബോധം വർദ്ധിച്ചു. തങ്ങൾ എന്തുകൊണ്ടാണ് മഹാനായ ജൂലിയസ് സീസർ ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിന്മകൾ മാത്രം തങ്ങളിലേക്ക് കടന്നു വന്നത്? എന്തുകൊണ്ടാണ് സീസറിൻ്റെ മരണത്തിൽ തങ്ങൾ ദുഃഖിക്കാത്തത്? ജനക്കൂട്ടത്തിൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുടെ കണങ്ങൾ നിറയുവാൻ തുടങ്ങി. മഹാനായ ബ്രൂട്ടസ് പറഞ്ഞത് സീസർ അധികാരസ്ഥാനങ്ങളോട് ആർത്തിയുള്ളവനാണെന്നാണ്. സീസറുടെ മേൽ ബ്രൂട്ടസ് ആരോപിച്ച ഏറ്റവും വലിയ കുറ്റവും അതുതന്നെയായിരുന്നു. അധികാരക്കൊതിയിൽ മത്തുപിടിച്ച സീസറിൽ നിന്നും റോമാ സാമ്രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കുവാനായിരുന്നുവല്ലോ സീസറിനെ നിഷ്ഠൂരമായി വധിച്ചത്. മാർക്ക് ആന്റണി മുഖവുര കൂടാതെ തന്നെ ഈ വാദത്തിലേക്ക് കടന്നു. ആന്റണി ചൂണ്ടിക്കാട്ടിയത് ഒരു തികഞ്ഞ യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഒട്ടുമിക്ക മികച്ച ഭരണാധികാരികളും കൊല്ലപ്പെട്ടത് അവരെല്ലാം അധികാര കൊതിയന്മാരായിരുന്നുവെന്ന് ആരോപിക്കപ്പെട്ടതുകൊണ്ടാണ്. ചരിത്രമിതാ ആവർത്തിക്കപ്പെടുന്നു. മാർക്ക് ആന്റണി മഹാനായ കുലീനനായ ബ്രൂട്ടസ് എന്ന് ബ്രൂട്ടസിനെ വിശേഷിപ്പിക്കുവാൻ മറന്നില്ല. തൻ്റെ പ്രസംഗത്തിൽ ഗൂഢാലോചനക്കാരെ പുകഴ്ത്തണമെന്ന വൃത്തികെട്ട ആവശ്യത്തിനു മുന്നിൽ മാർക്ക് ആന്റണിക്ക് വഴങ്ങേണ്ടി വന്നു. ഒരുപക്ഷെ ബ്രൂട്ടസിൽ ദൃശ്യമായ എല്ലാ നല്ല ഗുണങ്ങളെയും നിഷ്പ്രഭമാകുന്ന ഒരു ആവശ്യമായിരുന്നു അത്. ഒരു മികച്ച പ്രഭുവിൻ്റെ
ദയനീയമായ പതനമായിട്ടാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ മാർക്ക് ആൻ്റണിക്ക് തോന്നിച്ചത്. എങ്കിലും ആൻ്റണി വാക്കുപാലിച്ചു. ബ്രൂട്ടസിനെ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് അയാളുടെ അഭാവത്തിൽ പോലും മഹാൻ എന്ന് വിശേഷിപ്പിച്ചു. സീസർ അധികാര ദുർമോഹിയായിരുന്നെങ്കിൽ സ്വന്തം ജീവൻ നൽകി തന്നെ അദ്ദേഹം അതിന് പ്രായശ്ചിത്തവും നൽകി. സീസറിനെ വധിച്ചവരെല്ലാം മഹാന്മാരാണ്, മാന്യന്മാരാണ്. ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന് ഏത് ഭാവമായിരുന്നെന്ന് ആർക്കും നിർവചിക്കാൻ കഴിയുമായിരുന്നില്ല. മാർക്ക് ആൻ്റണിയുടെ മനസ്സ് വായിക്കാൻ മറ്റാർക്കും കഴിഞ്ഞതുമില്ല. ആൻ്റണി തൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് കടന്നു. മഹാനായ സീസറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ സംസാരിക്കാനാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സീസർ ആരുമാകട്ടെ, പക്ഷേ എനിക്ക് അദ്ദേഹം വിശ്വസ്തനായ നേതാവും സത്യസന്ധനായ സുഹൃത്തുമായിരുന്നു. ജനങ്ങൾക്കും മാർക്ക് ആൻ്റണിയുടെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടായിരുന്നില്ല. സീസർ ജനങ്ങൾക്ക്, നല്ലവരായ റോമൻ പൗരന്മാർക്ക് എന്നും താങ്ങും തണലുമായിരുന്നു. എന്നോട് സീസർ നീതിപൂർവം പെരുമാറി. പക്ഷേ മാർക്ക് ആൻ്റണി തൻ്റെ പ്രസംഗം ചെറുതായൊന്ന് നിർത്തി. തുടർന്ന് തനിക്ക് ചുറ്റും നിൽക്കുന്നവരുടെ മുഖങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കി. പക്ഷേ ബ്രൂട്ടസ് പറയുന്നത് അദ്ദേഹം അത്യാർത്തിയും അധികാരമോഹവും ഉള്ളവനാണെന്നാണ്. ബ്രൂട്ടസ് മാന്യനായ വ്യക്തിയാണല്ലോ. പ്രസംഗത്തിൻ്റെ ഓരോ ഭാഗത്തും നീതിമാനായ ഒരുവനെ പോലെ ആൻ്റണി തൻ്റെ കരാർ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആൻ്റണിയുടെ ശബ്ദം മാറി. കൈകൾ ചെറുതായി വിറച്ചു. അനീതിക്കെതിരെ പോരാടുന്ന യുവരക്തം തിളച്ചു. ഇത്തവണ ആൻ്റണി പറഞ്ഞ വാക്കുകൾ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ പര്യാപ്തമായിരുന്നു. അതിശക്തമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കൗശലത്തോടെ ആൻ്റണി തുടർന്നു. നിങ്ങൾക്കറിയാം, മഹാനായ സീസർ 10,000-കണക്കിന് തടവ് പുള്ളികളെ റോമിലേക്ക് കൊണ്ടുവന്നു. ഈ യുദ്ധത്തടവുകാരെ മോചിപ്പിക്കുവാൻ നാട്ടുനടപ്പുള്ള മോചനദ്രവ്യം വേണ്ടിയിരുന്നു. വീരശൂര പരാക്രമിയായിരുന്ന ധീരനായിരുന്ന ജൂലിയസ് സീസറിൻ്റെ കരങ്ങളുടെ ശക്തി വിദൂര രാജ്യങ്ങളിൽ പോലും എത്തിയിരുന്ന കാര്യം ആൻ്റണി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിൽ വിജയശ്രീ ലാളിതനായി രാജകുടുംബാംഗങ്ങളെ തടവ് പുള്ളികളായി ബന്ധിച്ചു കൊണ്ടുവരുമായിരുന്ന ആ സീസറിനെ മാർക്ക് ആൻ്റണി വീണ്ടും ഓർമ്മിപ്പിച്ചു. ഈ തടവ് പുള്ളികളെ വിട്ടുകൊടുക്കണമെങ്കിൽ മോചനദ്രവ്യമായി നല്ലൊരു തുക നൽകണമായിരുന്നു. ഈ തുക രാജാവിന് അവകാശപ്പെട്ടതായിരുന്നു. ആൻ്റണിയുടെ സ്വരം വീണ്ടും ഉയർന്നു. മോചനദ്രവ്യമായി കിട്ടിയ തുക ആർത്തി പൂണ്ടവനെന്ന് ബ്രൂട്ടസ് വിശേഷിപ്പിച്ച ജൂലിയസ് സീസർ പൊതുഖജനാവിലേക്ക് സംഭാവനയായി നൽകി. അദ്ദേഹം ആർത്തിയുള്ളവനായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ ആർത്തി പൂണ്ടവനാണെന്ന്. മാർക്ക് ആൻ്റണിയുടെ മുഖഭാവം മാറി. അനീതിക്കെതിരെ പടവാളോങ്ങുന്ന ഒരു പോരാളിയുടെ ഭാവം അദ്ദേഹത്തിന് വന്നു ചേർന്നു. ആൻ്റണിയുടെ ചോദ്യം കേട്ട ജനം ആദ്യമൊന്ന് നടുങ്ങി. പിന്നെ അമ്പരപ്പോടെ അവർ ആലോചിക്കാൻ തുടങ്ങി. ആൻ്റണി പറഞ്ഞത് വളരെ ശരിയാണ്. തനിക്ക് അവകാശപ്പെട്ട മോചനദ്രവ്യം മുഴുവൻ രാജ്യത്തിൻ്റെ പൊതുഖജനാവിലേക്ക് സംഭാവന ചെയ്യുകയാണ് മഹാനായ സീസർ ചെയ്തത്. സീസർ അത്യാർത്തിയുള്ളവനായിരുന്നെങ്കിൽ അപ്രകാരം സംഭവിക്കുമായിരുന്നോ? ഇപ്പോഴാണ് ജനങ്ങൾക്ക് ചിന്താശേഷി ഉണ്ടാകുന്നത്. തങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യം മുമ്പേ ചിന്തിച്ചില്ല? നല്ലവനായ സീസറുടെ മരണത്തിൽ എന്തേ ദുഃഖിച്ചില്ല? ഈ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ജനക്കൂട്ടത്തിന് ചിന്താശേഷിയില്ല എന്ന തത്വത്തിന് അടിവരയിടുന്ന പ്രകടനമാണ് ആ റോമൻ ജനത ചെയ്തത്. മാർക്ക് ആൻ്റണിയുടെ സ്വരം കൂടുതൽ ദൃഢമായി. ആ കൈകൾ വായുവിൽ ഉയർന്നു. ആ ചൂണ്ടുവിരൽ ഒരു ചോദ്യചിഹ്നം പോലെ ജനക്കൂട്ടത്തിന് നേരെ നീണ്ടു. തുടർന്ന് എല്ലാവരെയും കരയിപ്പിക്കുന്ന മറ്റൊരു വാദം അവിടെ അരങ്ങേറി. മാർക്ക് ആൻ്റണി തുടരുകയാണ്. പാവങ്ങൾ പരിതപിക്കുകയും കരയുകയും ചെയ്തപ്പോൾ ജൂലിയസ് സീസർ എന്ന മഹാൻ അവരോടൊപ്പം കരഞ്ഞു. അതിന് നിങ്ങൾ സാക്ഷികളല്ലേ? മാർക്ക് ആൻ്റണിയുടെ വാദം കല്ല് പിളർക്കുന്ന ശേഷിയുള്ളതായിരുന്നു. ലോകത്ത് മറ്റേതൊരു ഭരണാധികാരിയാണ് തൻ്റെ പ്രജകളോടൊപ്പം കരഞ്ഞിട്ടുണ്ടാവുക? കഠിന ഹൃദയനായിരുന്നു സീസറെങ്കിൽ ഇപ്രകാരം സംഭവിക്കുമായിരുന്നു.
പാവങ്ങളുടെ കണ്ണീരൊപ്പം മുന്നിട്ടിറങ്ങിയ മറ്റൊരു ജനനായകൻ റോമിലുണ്ടായിരുന്നോ? ഇല്ല, ആരും തന്നെയില്ല. ജനക്കൂട്ടത്തിൻ്റെ മനസ്സ് നീറിപ്പുകയാൻ തുടങ്ങി. ഇത്ര നല്ലവനായ ജൂലിയസ്, ആ ജൂലിയസ് സീസറിനെയാണ് ജനങ്ങൾക്ക് വേണ്ടിയെന്ന വാദത്തിൽ കൊല ചെയ്തത്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ അധികാരക്കൊതിയനും ആർത്തി പെരുത്തവനുമാണെന്ന്. ബ്രൂട്ടസ് തീർച്ചയായും ബഹുമാന്യനാണല്ലോ. മാർക്ക് ആന്റണി തൻ്റെ കരാർ പാലിക്കുകയാണ്. ഗൂഢാലോചനക്കാരെപ്പറ്റി നല്ലത് പറയണമെന്ന വാക്ക് പാലിക്കുകയാണ്. ജനക്കൂട്ടത്തിന് ഈ ഭീകരകൃത്യത്തിൻ്റെ ആഴം മനസ്സിലായി തുടങ്ങി. ആന്റണിയുടെ ഓരോ വാക്കും അവരെ സ്പർശിച്ചു. ആന്റണിയുടെ സംഭാഷണ ശൈലിയിൽ വ്യക്തമായ മാറ്റങ്ങളുണ്ടായി. ആ വാക്കുകളിൽ കാർക്കശ്യം നിറഞ്ഞു. നിങ്ങൾ ലൂപ്പർക്കൽ ഉത്സവം ഓർമ്മിക്കുന്നില്ലേ? അന്ന് 3 തവണയാണ് കിരീടം ധരിക്കുവാൻ ഞാൻ സീസറിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ 3 തവണയും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. ആന്റണി പറഞ്ഞത് വളരെ ശരിയായിരുന്നു. സീസർ അധികാര ദുർമോഹിയായിരുന്നെങ്കിൽ റോമ സാമ്രാജ്യത്തിൻ്റെ കിരീടം എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ആ ശിരസിലെത്തുമായിരുന്നു. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ അധികാര ദുർമോഹിയായിരുന്നുവെന്ന്. ആണോ? നിങ്ങൾ ചിന്തിക്കൂ. ജനക്കൂട്ടം ഒരിക്കൽ കൂടി ഞെട്ടി. തങ്ങൾ ദൃക്സാക്ഷികളായിരിക്കുമ്പോഴാണ് സീസർ കിരീടം നിരസിച്ചത്. അപ്രകാരം ചെയ്ത സീസറിനെയാണ് അധികാര ദുർമോഹിയെന്ന് ബ്രൂട്ടസ് വിളിച്ചത്. എങ്കിലും ബ്രൂട്ടസ് ബഹുമാന്യനാണ്. ഇത്തവണ മാർക്ക് ആന്റണിയുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു. ബഹുമാന്യൻ എന്ന വാക്കിന് അദ്ദേഹം നൽകിയ ഊന്നൽ ജനക്കൂട്ടം തിരിച്ചറിഞ്ഞു. ഞാൻ ബ്രൂട്ടസ് പറഞ്ഞവയെ എതിർക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ലക്ഷ്യം എനിക്ക് ശരിയെന്ന് തോന്നുന്നവ നിങ്ങളെ ധരിപ്പിക്കുക എന്നു മാത്രമാണ്. നിങ്ങളെല്ലാവരും സീസറിനെ സ്നേഹിച്ചിരുന്നു. അതിന് മതിയായ കാരണവുമുണ്ടായിരുന്നു. ശരിയാണ്, റോമൻ ജനതയുടെ ഹൃദയത്തിൽ സീസർ കുടിയേറിയിരുന്നു. ആ മനസ്സ് എന്നും അവരോടൊപ്പമായിരുന്നു. നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ കരയുന്നില്ല? എന്ത് കാരണമാണ് നിങ്ങളെ വിലപിക്കുന്നതിൽ നിന്നും തടയുന്നത്? മാർക്ക് ആന്റണിയുടെ ചൂണ്ടുവിരൽ ജനങ്ങൾക്ക് നേരെ നീണ്ടു. ആ വാക്കുകളിൽ നിറഞ്ഞുന്ന രോഷം അവർ തിരിച്ചറിഞ്ഞു. കുറ്റബോധത്തോടെ അവർ തലകുനിച്ചു. ചിലരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. നീതിത മൃഗീയ കരങ്ങളിൽ നിബന്ധിച്ചിരിക്കുന്നു. റോമൻ ജനതയ്ക്ക് ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങൾ വെറും പാവകളാണെന്ന് റോമൻ ജനത തിരിച്ചറിഞ്ഞ മുഹൂർത്തമായിരുന്നു അത്. ധന്യനായ ജൂലിയസ് സീസറുടെ മരണത്തിൽ സന്തോഷിച്ച ആ നിമിഷത്തെ ഓർത്ത് അവർ തേങ്ങിക്കരഞ്ഞു. മാർക്ക് ആന്റണിയുടെ വാക്കുകളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചു. എൻ്റെ മനസ്സിപ്പോൾ മഹാനായ ജൂലിയസ് സീസറിൻ്റെ ശവമഞ്ചത്തിലാണ്. ഞാൻ ഒരൽപ്പം കാത്തു നിൽക്കട്ടെ. ആ മനസ്സ് എന്നിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ഇനി എനിക്ക് സംസാരിക്കാൻ കഴിയൂ. മാർക്ക് ആന്റണിയുടെ തൊണ്ടയിടറി. വികാര പാരവശ്യത്താൽ കൂടുതലായൊന്നും പറയാനാകാതെ അയാൾ വിങ്ങിപ്പൊട്ടി. ജനക്കൂട്ടം ഇളകിമറിഞ്ഞു. ആന്റണിയുടെ വാക്കുകളിലെ യുക്തിയും സത്യവും അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. തങ്ങളുടെ തെറ്റുകൾ അവർ തിരിച്ചറിഞ്ഞു. ഗൂഢാലോചനക്കാർക്ക് സീസറിൻ്റെ കൊലപാതകികൾക്ക് സ്തുതി പാടിയതിൽ അവർ സ്വയം ശപിച്ചു. സീസറിനോട് തങ്ങൾ കടുത്ത അപരാധമാണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. ജൂലിയസ് സീസറിനെ പോലൊരു നല്ല മനുഷ്യൻ ഇനി തങ്ങളെ ഭരിക്കില്ല എന്ന് അവർക്ക് തോന്നി. ഇനി വരുന്നവർ വഞ്ചകരാണ്. ഏത് കുടില പ്രവൃത്തിയും ചെയ്യുവാൻ സന്നദ്ധരാണ്. കാപട്യത്തിൻ്റെ വിഷബീജങ്ങൾ വഹിക്കുന്നവരാണവർ. അത്തരം നീചന്മാർക്ക് വേണ്ടിയാണ് നല്ലവനായ സീസറിനെ തങ്ങൾ ഇല്ലായ്മ ചെയ്തത്. മാർക്ക് ആന്റണിയുടെ വാക്കുകൾ ഒരു പെരുമ്പറയായി മുഴങ്ങി. അതിൽ നിറഞ്ഞത് നീതിക്കായി പോരാടുന്ന ജൂലിയസ് സീസറിൻ്റെ ആത്മാവിൻ്റെ സ്വരമായിരുന്നു. പ്രതികാരത്തോടെ ചുറ്റിത്തിരിയുന്ന ആത്മാവിൻ്റെ ഹൃദയമായിരുന്നു. ഇന്നലെ സീസർ അജേയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കെതിരെ മറുവാക്ക് ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്നും ഉയർന്നിരുന്നില്ല. അജേയതയുടെ പ്രതീകമായിരുന്നു സീസർ. ഇന്നോ? ആ ചോദ്യത്തിന് ഒരു തീച്ചുളയുടെ ഉഷ്ണമുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിലേക്ക് മാർക്ക് ആന്റണി എറിഞ്ഞുകൊടുത്തത് ഒരു താരതമ്യ വിശകലനത്തിനുള്ള അവസരമായിരുന്നു. ചോര വാർന്ന് നിരായുധനായി
വെറും തറയിൽ മലർന്നടിഞ്ഞ ജൂലിയസ് സീസർ. തൻ്റെ മരണത്തിൽ സന്തോഷിച്ച ജനതയുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായി മാറിക്കഴിഞ്ഞ ജൂലിയസ് സീസർ. പ്രതാപം അസ്തമിച്ച് വെറും ജഡമായി മാറിക്കഴിഞ്ഞ സീസർ. മാർക്ക് ആന്റണിക്ക് തൻ്റെ കരാർ പാലിക്കണമായിരുന്നു. റോമൻ ജനതയെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിടുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അയാൾ വീണ്ടും പറഞ്ഞു. അപ്രകാരം ചെയ്താൽ അത് ബ്രൂട്ടസിനോടും കാഷ്യസിനോടും ചെയ്ത ഉടമ്പടിക്ക് വിരുദ്ധമാകും. കരാർ ലംഘനം എന്ന അനീതി ചെയ്യാൻ മാർക്ക് ആന്റണി ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഗൂഢാലോചനക്കാർ ബഹുമാന്യരാണെന്ന് തൻ്റെ പ്രസംഗത്തിൽ ഇടയ്ക്കിടെ അറിയിച്ചുകൊണ്ടിരുന്നു ആന്റണി. ഞാൻ അനീതി കാണിക്കുന്നത് ഈ ജഡത്തിനോടാണ്, എൻ്റെ പ്രിയപ്പെട്ട സീസറിനോട്, കരഞ്ഞുകൊണ്ട് ആന്റണി വിളിച്ചു പറഞ്ഞു. മാർക്ക് ആന്റണി തെറ്റ് ചെയ്യുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് 3 കൂട്ടരോടാണ്: മഹാനായ സീസറിനോടും തന്നോട് തന്നെയും നിഷ്കളങ്കരായ ജനക്കൂട്ടത്തിനോടും. തുടർന്ന് തൻ്റെ കൈവശമുണ്ടായിരുന്ന പ്രമാണരേഖയുടെ ചുരുൾ നിവർത്തി അദ്ദേഹം ജനക്കൂട്ടത്തെ കാണിച്ചു. ഇതാ സീസറിൻ്റെ മരണപത്രം. ഈ രേഖ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിൽ നിന്നും എനിക്ക് ലഭിച്ചതാണ്. വെട്ടിത്തിളങ്ങുന്ന ദണ്ടിൽ ചുരുളുകളായി സൂക്ഷിച്ച പ്രമാണരേഖ ഒരു മിന്നൽ പിണർ ഉയർത്തി. ഭീതിയോടും അന്താളിപ്പോടും കൂടി ജനക്കൂട്ടം ആ രേഖയെ നോക്കി. ക്ഷമിക്കണം, ഞാനിത് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അപ്രകാരമൊരു സാഹസത്തിന് മുതിർന്നാൽ റോം ഒരു ചോരക്കളമാകും. ഹൃദയം തകർന്ന് നിങ്ങൾ വിലപിക്കും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സീസറിൻ്റെ മുറിവുകളിൽ നിങ്ങൾ ചുംബിക്കും. പക്ഷേ അതെല്ലാം നിഷ്ഫലമല്ലേ? ശരിയാണ്, കൊല്ലപ്പെട്ട ആ മഹാന്റെ ജീവൻ തിരിച്ചു നൽകാൻ നിങ്ങളുടെ വിലാപം കൊണ്ട് സാധിക്കില്ലല്ലോ. പറന്നകന്ന ആത്മാവിനെ തിരികെ ഈ യോദ്ധാവിലേക്ക് നശിപ്പിക്കുവാൻ ആർക്ക് കഴിയും? ആന്റണിയുടെ മനഃശാസ്ത്ര സമീപനം 100% ഫലം കണ്ടു. അടങ്ങാനാവാത്ത ജിജ്ഞാസയിൽ ജനക്കൂട്ടം അലറി വിളിക്കാൻ തുടങ്ങി. അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയുടെ മരണപത്രത്തിൻ്റെ ഉള്ളടക്കം അറിഞ്ഞേ മതിയാകൂ. ഞാനിത് വായിച്ചാൽ നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടും. ജൂലിയസ് സീസറിൻ്റെ തിരുരക്തത്തിൽ നിങ്ങൾ കൈലേസുകൾ മുക്കും. അദ്ദേഹത്തിൻ്റെ മുടിനാരിഴകൾ പോലും നിങ്ങൾ ഒരു തിരിശേഷിപ്പായി കരുതും. അവ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ യാചിച്ചു വാങ്ങും. നിങ്ങളുടെ കാലശേഷം അടുത്ത തലമുറയ്ക്കായി നിങ്ങളത് കൈമാറും. ഏറ്റവും വലിയ സ്വത്തായി അദ്ദേഹത്തിൻ്റെ മുടിയിഴകൾ പോലും നിങ്ങളുടെ വിൽപത്രത്തിൽ സ്ഥാനം പിടിക്കും. ജനക്കൂട്ടം അലറി വിളിച്ചു. ഞങ്ങൾക്ക് ചരമപത്രം വായിച്ചു കേൾക്കണം. ഞങ്ങൾക്കത് കേട്ടേ മതിയാകൂ. ജനങ്ങൾ വികാരഭരിതരായി. ഒരു പൊട്ടിത്തെറിയുടെ മൂർധന്യാവസ്ഥയിലെത്തിയ ജനക്കൂട്ടത്തെ അതേ വികാര പാരവശ്യത്തോടെ മാർക്ക് ആന്റണി നേരിട്ടു. അക്ഷമരാവരുത്, നിയന്ത്രിക്കൂ. പക്ഷേ ഈ വാക്കുകളിൽ വൈരുദ്ധ്യം നിറഞ്ഞു നിന്നിരുന്നു. ജനക്കൂട്ടത്തെ പരമാവധി പ്രകോപിതരാക്കാനുള്ള ഗൂഢതന്ത്രം മാർക്ക് ആന്റണി വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയായിരുന്നു. മാന്യരെ, ഞാൻ ഈ ചരമപത്രം വായിക്കുകയില്ല. സീസർ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ആ സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞിരുന്നുവെങ്കിൽ പലരും അപ്പോൾ തന്നെ ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു. നിങ്ങൾ കല്ലോ മരമോ കൊണ്ടുണ്ടാക്കിയവരല്ല, പച്ചയായ മനുഷ്യരാണ്. വികാര വിചാരങ്ങൾ ഉള്ളവരാണ്. സീസറിൻ്റെ വിൽപത്രം വായിച്ചു കേട്ടാൽ അത് നിങ്ങളെ ജ്വലിപ്പിക്കും. കോപം അഗ്നിയായി നിങ്ങളിൽ ആളിപ്പടരും. തീർച്ചയായും ജനക്കൂട്ടം ഭ്രാന്തിൻ്റെ വക്കിലെത്തിയിരുന്നു. മാർക്ക് ആന്റണിക്കും അതുതന്നെയായിരുന്നു ആവശ്യം. നിങ്ങൾ ഓരോരുത്തരുമാണ് സീസറിൻ്റെ അനന്തരാവകാശികളെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് ഉത്തമം. അറിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവില്ല. ജനക്കൂട്ടത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി. ആന്റണി ആ ചരമപത്രം വായിച്ചില്ലെങ്കിൽ അത് പിടിച്ചെടുത്ത് വായിക്കുമെന്ന തലം വരെ എത്തി കാര്യങ്ങൾ. താൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിൽ ആന്റണിക്ക് സംതൃപ്തി തോന്നി. ഇതിനിടയിൽ ജനക്കൂട്ടം ഗൂഢാലോചനക്കാർക്കെതിരെ അസഭ്യവർഷം ചൊരിയാൻ തുടങ്ങി. നീചന്മാരായ അവരെ പിച്ചു ചീന്തുവാൻ ആ കൈകൾ ധരിച്ചു. ആന്റണി ഈ അവസരം ശരിക്കും മുതലെടുത്തു. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ വിൽപത്രം വായിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുകയാണോ?
എങ്കിൽ നിങ്ങളുടെ നിർബന്ധത്തെ കരുതി മാത്രം ഞാനിത് വായിക്കാം. അതിനുശേഷം ജനക്കൂട്ടത്തിനോട് തനിക്ക് ചുറ്റുമായി നിൽക്കുവാൻ ആന്റണി ആവശ്യപ്പെട്ടു. എന്നിട്ട് സീസറുടെ മൃതദേഹം ചൂണ്ടിക്കാട്ടി ആന്റണി പറഞ്ഞു, ഈ മരണപത്രം എഴുതിയ മഹാന്റെ മൃതദേഹം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ആന്റണി പ്രസംഗപീഠത്തിൽ നിന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. അവരിലൊരുവനായി നിലകൊണ്ട ആന്റണി തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് എന്തും ചെയ്യാൻ തയ്യാറായ ഒരു പറ്റം ആളുകളെയാണ് അവിടെ കണ്ടത്. സീസറിൻ്റെ ആത്മാവ് പ്രതികാരത്തിനായി ദാഹിക്കുന്നുവെന്ന് ആന്റണിക്കറിയാം. ഇതാ ആ അഭിഷ്ടം നിറവേറ്റേണ്ട സമയമായിരിക്കുന്നു. ആന്റണിയുടെ വാക്കുകൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നവയായിരുന്നു. ബ്രൂട്ടസ് ഭൗതിക തലത്തിൽ സംസാരിച്ചുവെങ്കിൽ ആന്റണിയുടെ ഭാഷ ഹൃദയത്തിൻ്റേതായിരുന്നു. ആന്റണി ജനങ്ങളോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് കണ്ണീരുണ്ടെങ്കിൽ പൊഴിക്കുവാൻ തയ്യാറാകൂ. തുടർന്ന് ജൂലിയസ് സീസറുടെ മേലങ്കി ആന്റണി ഉയർത്തിക്കാട്ടി. നെർവി എന്ന യുദ്ധക്കൊതിയന്മാരായ ഗാലിക് ഗോത്രവർഗക്കാരെ തോൽപ്പിച്ചതിന് ശേഷം ആദ്യമായി സീസർ ആ മേലങ്കി അണിഞ്ഞു. സീസറിൻ്റെ ധീരതയുടെയും അധികാരത്തിൻ്റെയും പ്രതീകമായിരുന്നു ആ മേലങ്കിയെന്ന് ആന്റണി ചൂണ്ടിക്കാട്ടി. ആ മേലങ്കിയിലെ ദ്വാരം ചൂണ്ടിക്കാട്ടി വികാരവിവശനായി ആന്റണി പറഞ്ഞു, നോക്കൂ, ദുഷ്ടനായ കാഷ്യസിൻ്റെ കടാര പാഞ്ഞു കയറിയത് ഇതിലെയാണ്. ചോരയിൽ കുതിർന്ന ദ്വാരം ജനങ്ങളിൽ തീവ്രമായ അമർഷം വളർത്തി. അത് ചെയ്തവനെ ഇഞ്ചിഞ്ചായി തകർക്കുവാൻ ആ കൈകൾ കുതിച്ചു. തുടർന്ന് കാസ്കിയുടെ അതിലും നിഷ്ഠൂരമായി ചെയ്തി ആന്റണി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ ജനക്കൂട്ടത്തിന് നിയന്ത്രിക്കാനാകാതെ വന്നത് ബ്രൂട്ടസിൻ്റെ കുത്തേറ്റ ഭാഗം കണ്ടപ്പോഴായിരുന്നു. സീസറുടെ ഏറ്റവും പ്രിയങ്കരനായ ബ്രൂട്ടസ് തൻ്റെ കടാര ആ മാറിലേക്ക് കയറ്റിയത് ഇതിലെയായിരുന്നു. തൻ്റെ ആയുധം അയാൾ വലിച്ചൂരിയപ്പോൾ എങ്ങനെയാണ് ചോര ചീറ്റിയതെന്ന് നോക്കൂ. സീസറിൻ്റെ മേലങ്കിയിലെ ഓരോ ദ്വാരവും ആ കൊടും ക്രൂരത ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. ബ്രൂട്ടസിൻ്റെ ചെയ്തി അതിനീചവും ഏറ്റവും കിരാതവുമെന്ന് ആന്റണി വിളിച്ചുകൂവി. സ്വന്തം മകനെപ്പോലെ, ഒരു മാലാഖയെപ്പോലെ കരുതിയവനായിരുന്നു ബ്രൂട്ടസ്. സീസറിന് ബ്രൂട്ടസ് എല്ലാമായിരുന്നു. ദൈവമേ, സീസർ ബ്രൂട്ടസിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു! ഏറ്റവും നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ബ്രൂട്ടസ് സീസറിനോട് ചെയ്തത്. മാർക്ക് ആന്റണി ഉയർത്തിയ വാദം വളരെ ശരിയായിരുന്നു. ഒരു ശത്രുവിൽ നിന്നുള്ള പ്രഹരം ഒരുപക്ഷെ നമ്മൾക്ക് താങ്ങാനാകും. നാം അത് പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ നന്ദിയില്ലായ്മ ഒരു മിത്രത്തിൽ നിന്നാകുമ്പോഴോ? സീസറിനെ തകർത്തു കളഞ്ഞത് ബ്രൂട്ടസിൻ്റെ പ്രവൃത്തിയായിരുന്നു. മാനസികമായി സീസർ തളർന്നു. തൻ്റെ വത്സല ശിഷ്യൻ തന്നെ വധിക്കാൻ ഒരുവിടുന്നത് കണ്ട സീസർ ആകെ അമ്പരന്നുപോയി. ശത്രുവായിരുന്ന പോംപിയുടെ പ്രതിമയുടെ കാൽച്ചൂട്ടിൽ തന്നെ അദ്ദേഹം കുത്തേറ്റു വീണു. അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രം, വിശുദ്ധമായ മേലങ്കി, മൃതശരീരം മൂടുന്ന ശവക്കച്ചിയായി മാറി. എന്തൊരു പതനം! മഹാനായ സീസർ അസ്തമിച്ചു. സീസറിനോടൊപ്പം റോമൻ ജനത ഒന്നടങ്കം മരണപ്പെട്ടിരിക്കുന്നുവെന്ന് ആന്റണി ചൂണ്ടിക്കാട്ടി. ആന്റണി ഉൾപ്പെടെയുള്ള റോമൻ പൗരന്മാർക്ക് ഊർജം പകർന്നു നൽകിയത് സീസറായിരുന്നു. ലോകത്തിൽ നിന്നും സൂര്യൻ അപ്രത്യക്ഷമായതുപോലെ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് സീസർ ഇല്ലാതെയായിരിക്കുന്നു. ജനക്കൂട്ടം നിലവിളിക്കുന്നത് ആന്റണിക്ക് കേൾക്കാം. അത് തികച്ചും അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. മഹാനായ സീസറുടെ മരണത്തിൽ ലോകം മുഴുവനും കേഴണം. റോമാ സാമ്രാജ്യം ദുഃഖത്തിൽ മുഴുകണം. ജനങ്ങളുടെ കണ്ണുനീർ തുള്ളികളെ മഹനീയമായ തുള്ളികളെന്നാണ് ആന്റണി വിശേഷിപ്പിച്ചത്. കുറ്റബോധത്തിൽ നിന്ന് ഉയരുന്ന കണ്ണീർ കണങ്ങളാണാവ. ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്ന വിലാപങ്ങളാണാവ. ആന്റണിയുടെ വാക്കുകൾ കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ഡങ്ങളായി മാറി. അവ കേൾവിക്കാരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു. സ്നേഹിതരെ, നിങ്ങൾ ആ വഞ്ചകരുടെ ചെയ്തികൾ കാണുന്നില്ലേ? ജനക്കൂട്ടം ആകെ ഇളകിമറിഞ്ഞു. അവർ ഭ്രാന്തന്മാരെ പോലെ ആർത്തു വിളിച്ചു. അട്ടഹസിച്ചുകൊണ്ട് അവർ മുന്നോട്ടാഞ്ഞു. പ്രതികാരം ചെയ്യണം, അഗ്നിക്കിരയാക്കണം, അവരെ പിച്ചി ചീന്തണം. ദ്രോഹികൾ, വഞ്ചകർ, നിൽക്കൂ! ആന്റണിയുടെ ആ വാക്കിന് കല്ലിനെപ്പോലും പിളർക്കുന്ന ആജ്ഞാശക്തിയുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഒരു ലഹളയ്ക്കായി ഒരുക്കുന്നില്ല. ഈ ഭീകരകൃത്യം ചെയ്തവർ ബഹുമാന്യരാണ്.
ആന്റണി തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടം വരെ ബ്രൂട്ടസിന് നൽകിയ വാക്ക് പാലിച്ചു. പ്രസംഗത്തിലുടനീളം ഗൂഢാലോചനക്കാരായ പ്രഭുക്കന്മാർ ബഹുമാന്യരാണെന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ ജനക്കൂട്ടം ആ വാക്കുകളിൽ ഉള്ളടക്കം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഹൃദയങ്ങളെ എന്നിലേക്ക് ആകർഷിക്കുവാനല്ല ഞാൻ വന്നത്. ബ്രൂട്ടസിനെ പോലെ ഞാനൊരു വാഗ്മിയുമല്ല. ശരിയായിരുന്നു. ആന്റണി സംസാരിച്ചത് യുക്തിയുടെയും ബുദ്ധിശക്തിയുടെയും തത്വശാസ്ത്രത്തിൻ്റെയും ബലത്തിലല്ല. ഞാൻ വളരെ സാധാരണക്കാരനായൊരു മനുഷ്യനാണ്. ഞാൻ എൻ്റെ ആത്മമിത്രമായ ജൂലിയസ് സീസറിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എനിക്ക് പ്രഭാഷണത്തിനുള്ള വാചാലതയില്ല, ബുദ്ധിശക്തിയില്ല, വിജ്ഞാനമില്ല. നിങ്ങളുടെ വികാരത്തെ ഉണർത്തുവാൻ അറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, സത്യം വിളിച്ചു പറയാൻ. ആന്റണിയുടെ ഏറ്റവും വലിയ ഗുണവും അതുതന്നെയായിരുന്നു. സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുക. റോമാ സാമ്രാജ്യം മുഴുവൻ എതിരായപ്പോഴും അദ്ദേഹം തൻ്റെ വാദഗതിയിൽ ഉറച്ചു നിന്നു. സത്യത്തിനു വേണ്ടി നിലകൊണ്ടു. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സീസറിൻ്റെ മുറിവുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവയ്ക്ക് സംസാരിക്കാനാകുമായിരുന്നില്ല. അതിനാൽ ഞാൻ ആ മുറിവുകൾക്ക് വേണ്ടി സംസാരിച്ചു. മാർക്ക് ആന്റണി സംസാരിച്ചത് റോമാ സാമ്രാജ്യത്തിൻ്റെ നന്മയ്ക്കായിരുന്നു. ഒരു ഭരണാധികാരിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചെയ്ത കടുത്ത അനീതിക്കെതിരെയായിരുന്നു. ഞാൻ ബ്രൂട്ടസ് ആയിരുന്നുവെങ്കിൽ, അതായത് ബ്രൂട്ടസ് ആന്റണി ആയിരുന്നെങ്കിൽ, സീസറിൻ്റെ ഓരോ മുറിവും ഇവിടെയുള്ള കല്ലുകളെപ്പോലും ലഹളയ്ക്കൊരുക്കുമായിരുന്നു. അവ അനീതിക്കെതിരെ ഉയരുമായിരുന്നു. ഞങ്ങൾ തയ്യാർ, ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു. പ്രതികാരത്തിനു വേണ്ടി അവരുടെ രക്തം തിളച്ചു. ബ്രൂട്ടസിൻ്റെ വീട് കത്തിച്ച് അയാളെ ജീവനോടെ ചുട്ടരിക്കാൻ അവർ തയ്യാറായി. ഗൂഢാലോചനക്കാരെ ഓരോന്നായി പിച്ചു ചീന്തുവാൻ അവർ തീരുമാനമെടുത്തു. എങ്കിലും ആന്റണിക്ക് ഇനിയും പറയുവാനുണ്ടായിരുന്നു. മാന്യരെ, നിങ്ങൾ ദയവായി കേൾക്കുക. സീസർ നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ മരണപത്രത്തിൻ്റെ കാര്യം നിങ്ങൾ മറന്നു. അപ്പോഴാണ് അവർ അക്കാര്യം ഓർക്കുന്നത്. ഞങ്ങൾക്ക് മരണപത്രം വായിച്ചു കേൾക്കണം, അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. ഞാനിതാ സീസറിൻ്റെ വിൽപത്രം വായിക്കാൻ പോവുകയാണ്. റോമാ സാമ്രാജ്യത്തിലെ ഓരോ പൗരനും സീസർ 75 വെള്ളി നാണയങ്ങൾ വീതം നൽകുന്നു. ജനക്കൂട്ടം ഞെട്ടിത്തരിച്ചുപോയി. മഹാനായ സീസറിൻ്റെ മഹത്വം ഇപ്പോൾ അവർക്ക് മനസ്സിലായി. പക്ഷേ അവരോട് ബാക്കി ഭാഗം കൂടി ക്ഷമയോടെ കേൾക്കുവാൻ ആന്റണി ആവശ്യപ്പെട്ടു. മഹാനായ സീസർ ഉപയോഗിച്ചിരുന്ന നടപ്പാതകൾ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ തോട്ടങ്ങൾ, ടൈബർ നദീതീരത്തുള്ള വിശാലമായ എസ്റ്റേറ്റുകൾ എന്നിവയെല്ലാം റോമൻ ജനതയുടെ ആവശ്യങ്ങൾക്കായി വിട്ടുനൽകുന്നു. മാർക്ക് ആന്റണി തുടർന്ന് ഒരു ഉച്ചത്തിലുള്ള ആത്മകഥം നാടകീയതയോടെ അവതരിപ്പിച്ചു. ഇതാണ് സീസർ. ഇത്തരമൊരു സീസർ ഇനിയുണ്ടാകുമോ? ഒരിക്കലുമില്ല, ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു. അവരുടെ കൈകളിൽ തീപ്പന്തങ്ങൾ ഉയർന്നു. അവർക്ക് ചെയ്യേണ്ടത് ചെയ്യുവാൻ ആന്റണി അവരെ അനുവദിച്ചു. ഗൂഢാലോചനക്കാരുടെ ഭവനങ്ങൾ അഗ്നിക്കിരയായി. ജൂലിയസ് സീസറിൻ്റെ അനന്തരവനായ ഒക്ടേവിയസ് സീസറിനോടൊപ്പം ആന്റണി ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. ഫിലിപ്പി, സാർദീസ് എന്നീ സ്ഥലങ്ങളിൽ വെച്ച് ഒക്ടേവിയസ് സീസറും ആന്റണിയും നയിച്ച സൈന്യം ബ്രൂട്ടസ്, കാഷ്യസ് എന്നിവരുടെ സൈന്യങ്ങളുമായി ഏറ്റുമുട്ടി. നിൽക്കക്കള്ളിയില്ലാതെ ബ്രൂട്ടസിനും കാഷ്യസിനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നുവെന്നാണ് ചരിത്രം മാറ്റിയെഴുതിയ മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തിൻ്റെ പരിണിതഫലം. ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഒരു മാർക്ക് ആന്റണി ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായും റോമാ സാമ്രാജ്യ ചരിത്രം മാറ്റി എഴുതപ്പെടേണ്ടി വരുമായിരുന്നു. മഹാനായ ജൂലിയസ് സീസർ എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.